ശത്രുക്കൾക്ക് പോലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ക്യാൻസർ പണ്ടായിരുന്നു, ഒരു 20 വർഷം മുന്നേ ആയിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന എല്ലാവരും ഭീതിജനകം എന്ന് പറഞ്ഞ ഒരു സാധനം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സാധാരണ രോഗമായിട്ട് എനിക്കൊന്ന് ഞാൻ വീണ്ടും കരിഷ്മേനെ പറയാം. അവള് പറയുന്നത് സെലിബ്രിറ്റികൾക്ക് വരുന്ന രോഗമാണ് മോനെ, അതിനെന്താണ് എന്റെ മോനെ ഈ രോഗമായിട്ട് കിടന്നാലും എയറിലാണല്ലോ, അതിന് വേണം ഒരു ഭാഗ്യം. രേണു സുധി എന്ന് പറയുന്ന ഒരാള് പെട്ടെന്നൊരു വരവാ വന്നത്. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഓർത്തിട്ടാണ് ആൾക്കാരിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ലാലേട്ടൻ അദ്ദേഹത്തെ കാണാനൊക്കെ സാധിച്ചത് വളരെ വലിയ സന്തോഷം. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ലാലേട്ടൻ രേണു സുധി നമ്മളെ വിളിച്ചതിന് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കുറച്ച് വ്ളോഗർമാരുണ്ട് എന്നെ തന്നെ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് വ്ളോഗർമാർ. പക്ഷെ അന്നൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ രോഗാവസ്ഥയിലും എന്നെ വെറുതെ വിടുന്നില്ലെന്ന് കാണുമ്പോൾ നമുക്ക് പഴയ സ്വഭാവം ഇറക്കേണ്ട വരും. 3 കീമോ കൂടെ ഉണ്ട്, അത് പെട്ടെന്ന് പോകണം, അതാണ് എൻ്റെ പ്രാർത്ഥന. പെട്ടെന്ന് അത് 3 കീമോ എന്ന് പറഞ്ഞാൽ 3ഉം 21 ദിവസം കൂടുമ്പം എടുക്കുന്നതാണ്. ഈ ഒരു 3 കീമോ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിന് നമ്മൾ കിടപ്പായിരിക്കും. വൃത്തികെട്ട സ്ത്രീയും അവർ വിടാതെ പിന്തുടരുവാണ്, ഈ അതിർ വ്ളോഗും ഈ സ്ത്രീയും. അതുപോലെ പുതിയൊരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വിവി വേൾഡ്, വിവിൻ ബാബു, അവനും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവന്മാര് ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വാ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്മാർ പേടിച്ചെന്ന് മനസ്സിലായത് വലിയ ഉദാഹരണമാണ് എൻ്റെ യൂട്യൂബിനെ സ്ട്രൈക്ക് ചെയ്ത്. ഇന്നിപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയില് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ സുധിചേട്ടന്റെ വീട്ടിലാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽ. ദിസ് ഈസ് ആർജിക്കൻ വീട്ടിൽ. എന്നും കോൺട്രവേഴ്സികളാണ്. അതായത് രോഗം വന്നപ്പോൾ പോലും എയറിലാണ് ഈ വ്യക്തി. ആരാണ്? നമ്മുടെ രേണു ചേച്ചിയാണ് നമ്മളോട് ജോയിൻ ചെയ്തത്. വെൽക്കം ടു ദ ഷോ. അപ്പോ ഓണാണ്, ഓണത്തിലുപരി അസുഖം. ഞാൻ ജൂൺ 21 തീയതി ഇവിടെ വന്നിരുന്നു, രേണു ചേച്ചിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അന്ന് ഞാൻ കണ്ണ് നിറഞ്ഞിട്ടാണ് ഇറങ്ങി പോയത്. അത്രയും ഒരു ആവശ്യമായൊരു നിലയിലായിരുന്നു രേണു ചേച്ചി. ഇന്ന് ഇതുപോലെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇത് വെറുതെ പറഞ്ഞു, ഞാൻ അന്ന് കഴിഞ്ഞ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു രേണു ചേച്ചിയുടെ അവസ്ഥ ഭയങ്കര മോശമാണെന്നും. പല ആൾക്കാരും രേണു ചേച്ചി അതൊരു ഫെയിമിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ ട്രോളും, ഇത് ആദരാഞ്ജലി വരെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര മോശമായിട്ട്. നമ്മളെന്തോ പാസ് ഈസ് പാസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ്. പക്ഷെ ഒരാള് രോഗാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുപോലും മനസ്സിലാക്കാതെ അതെടുത്ത് ട്രോളും റീച്ചിന് വേണ്ടി പല ആൾക്കാരും, ഒരാളെന്നല്ല ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് രേണു ചേച്ചി ഇപ്പോ ഫുൾ പവർ ആയിട്ട് നിൽക്കാണ്. എന്താണ് വിശേഷങ്ങൾ? നമ്മുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പം സാധാരണ ഒരു എന്തുവാട്ടെ, ഇപ്പം എയറിൽ ഇപ്പം ഞാൻ ഫുൾ ആയിരുന്നല്ല ഇപ്പോഴും ആണ്. സാധാരണ എൻ്റെ മാനേജർ എന്നോട് കരിഷ്മ എന്നോട് എപ്പോഴും പറയുന്നത്, എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ അവിടെ പേര് പറയാറുണ്ട്. അവള് പറയുന്ന പോലെ സാധാരണ രോഗം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ആ പേര് കേൾക്കാനില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇനിയിപ്പോ രോഗം കഴിഞ്ഞപ്പം എഴുന്നേക്കുമ്പോഴായിരിക്കും രേണു സുധി കേൾക്കുന്നത്. പക്ഷെ ഇത് അതല്ല, എന്റെ മോനെ ഈ രോഗമായിട്ട് കിടന്നാലും എയറിലാണല്ലോ, അതിന് വേണം ഒരു ഭാഗ്യം. ഞാൻ ചിന്തിക്കുന്നത് ഈ സൊസൈറ്റി എന്താ അങ്ങനെയാണ്. കാരണം രേണു സുധി എന്ന് പറയുന്ന ഒരാള് പെട്ടെന്നൊരു വരവാ വന്നത്. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഓർത്തിട്ടാണ് ആൾക്കാരുള്ളത്. പക്ഷെ അങ്ങനെയല്ല. കൊല്ലം സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ എന്താ പറയാ ടെലിഫിലിമുകളും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്വന്തമായിട്ട് തന്നെയാണ് ആ പേര് എന്തും ആയിക്കോട്ടെ, വിവാദമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ട്രോൾ ആയിക്കോട്ടെ, എല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ ട്രോളാറുണ്ട്. അപ്പം അങ്ങനെ വന്ന ഒരു വ്യക്തി ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ വരികയും അതിന്റെ ഭാഗമാവുകയും 10-35 ദിവസം അവിടെ നിൽക്കും. ഒരിക്കലും ഞാൻ പോലും കരുതില്ല ഒരു ദിവസത്തെ നിൽക്കാൻ പോയാൽ ഞാൻ 35 ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്ന എനിക്കരുത്. എന്റെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വളരെ ശക്തരായിരുന്നു, അടിപൊളി കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പം സ്നേഹമുള്ള ആൾക്കാരുമാണ്. അപ്പം അവരുടെ ഒപ്പം നിൽക്കാനും അവരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ ലാലേട്ടൻ കാണാനൊക്കെ സാധിച്ചത് വളരെ വലിയ സന്തോഷം. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ലാലേട്ടൻ രേണു സുധി നമ്മളെ വിളിച്ചതിന് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം അവിടെ നിന്നൊക്കെ ഒരു വളർച്ച വന്നിട്ട് അപ്പോഴീ കടിക്കടിയുള്ള ആൾക്കാർ ഇങ്ങനെ വിവാദം ഉണ്ടാക്കി കുറച്ച് വ്ളോഗർമാരുണ്ട് എന്നെ തന്നെ, നിങ്ങൾക്കൊക്കെ അറിയാലോ, ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് വ്ളോഗർമാര്. പക്ഷെ അന്നൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ രോഗാവസ്ഥയിലും എന്നെ വെറുതെ വിടുന്നില്ലെന്ന് കാണുമ്പോൾ നമുക്ക് പഴയ സ്വഭാവം ഇറക്കേണ്ട വരും. അതെ, ഇന്നലെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന തലേദിവസം നമ്മള് പ്രൊഫൈൽ നോക്കിയപ്പോ ചേച്ചിയുടെ ഒരു വീഡിയോ പണ്ടത്തെ രേണു സുധീനെ ഞാൻ കണ്ടു. അതായത് പൊട്ടിത്തെറിക്കുന്ന രേണു സുധീനെ. അതായത്
നീ മേടിച്ച കാറ് എന്റെ കാശ് കൊണ്ടാണ്, എന്നെ വിറ്റിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് അതുൽ വ്ലോഗ് ഒരു വ്യക്തിനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ചേച്ചി? അതുൽ വ്ലോഗ് മാത്രമല്ല, പേര് പറയത്തക്ക രീതിയിൽ ഷഫീന ബീബി എന്ന് പറഞ്ഞ വൃത്തികെട്ട എന്റെ നാക്ക് തരിക്കുന്നവരെ തെറി പറയാം. പക്ഷെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് ഞാൻ പറയാം, ആ വൃത്തികെട്ട സ്ത്രീയും അവര് വിടാതെ പിന്തുടരുവാണ് ഈ അതുൽ വ്ലോഗും ഈ സ്ത്രീയും. അതുപോലെ പുതിയൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, വിവി വേൾഡ്, വിവിൻ ബാബു, അവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവന്മാര് ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വാ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്മാര് പേടിച്ചെന്ന് മനസ്സിലായത്. വലിയ ഉദാഹരണമാണ് എന്റെ യൂട്യൂബിന് സ്ട്രൈക്ക് ചെയ്തത് ഈ വിവേക് ബാബു. അപ്പൊ അവൻ പേടിച്ചിട്ടാണോ? അവൻ പേടിച്ചിട്ട് തന്നെയല്ലേ ആ സ്ട്രൈക്ക് ചെയ്ത്. ഇവനെ ഓർത്ത് രേണുസുതി പൊട്ടിയല്ലേ, ഇവക്കൊന്നും അറിയത്തില്ലത്. ഇതിൽ ഇവനേക്കാളും വലിയവനാണ് എന്റെ പേജ് നോക്കുന്നത്. അത് ആരാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരു വലിയ ബുദ്ധിയുള്ള ചെറുക്കൻ തന്നെയാണ് എന്റെ പേജ് നോക്കുന്നത്. ഇത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന പൊട്ടന്മാരൊന്നുമല്ല. അവൻ പൈസ എറിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ചെയ്യും, നമ്മളത് പിടിച്ചിരിക്കും. ഇവൻ എന്താ ഓർത്തത്? എന്റെ കുറെ ചാനൽ എനിക്കിപ്പം ഞാനൊരു വിധവയാണ്, പോട്ടെ വിധവ മാറ്റി വെച്ചു, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഇപ്പം എനിക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു കീമോ നടക്കുന്നതുകൊണ്ടും ട്രീറ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് പുറത്തൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള വരുമാനം മാർഗം യൂട്യൂബ് ചാനൽ. അതും കൂടെ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ഇവന്റെയൊക്കെ മാനസിക നില എന്തായിരിക്കും? എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കിയവനാണ്. 10-200 വ്ലോഗ് എന്നെ തെറി പറഞ്ഞുണ്ടാക്കിയ നാറികളാണ് എന്നെ ഇപ്പം സ്ട്രൈക്ക് ചെയ്യാൻ നടക്കുന്നത്. ഇവൻ ഒരുത്തം മാത്രമല്ല ഇതിന്റെ പുറകിൽ അതുൽ വ്ലോഗ് എന്ന് പറയുന്ന ആ മത്തങ്ങ കണ്ടെങ്കിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് നേടുന്നത്? ഒരാളുടെ ഒരു ജീവിതമാർഗം ഇപ്പൊ ഈ വീട്ടിൽ വന്നാൽ തന്നെ അറിയാം രേണു ചേച്ചിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ഒരു കീമോ ചെയ്യുന്നതിൽ അത്യാവശ്യം ചെലവുണ്ട്. ഇപ്പൊ 3 കീമോ കഴിഞ്ഞു. കീമോയ്ക്ക് ഇപ്പൊ സാധാരണ ഞങ്ങൾ ആ മരുന്നിന്റെ പ്രശ്നം കോൺട്രിബ്യൂട്ട്സ് വന്നപ്പോഴത്തേനും മെഡിസിനെ പറ്റി ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ സാധാരണ ഒരു കീമോയ്ക്ക് അധികം പൈസ ആവത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു സാധാരണ കീമോയും കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഹെൽത്ത് ത്രൂ പോസിറ്റീവ് ഡോക്ടേഴ്സ് ഇത് കാണുന്നുണ്ടായിരിക്കും, ഇന്റർവ്യൂസ്, ഈ വിവരവും ബുദ്ധിയുള്ളവരും ഇത് കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും. വേണ്ട, നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. ഹെൽത്ത് ത്രൂ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എനിക്ക്. ഞാൻ ഇതിന്റെ റിപ്പോർട്ട് വന്നപ്പോ കണ്ടിരുന്നു. പെട്ടെന്ന് വ്യാപനം, അത് വൈഡ് സ്പ്രെഡിങ് ആണ്. ഇത് ചേച്ചി എന്നോട് രേണു ചേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് രേണു ചേച്ചിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ വന്ന് ഈ വീടിന്റെ ഓരോ ചുമരും പിടിച്ചിട്ടാണ് ആ റൂമിൽ പോയി കിടന്നത്. പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ സമയത്താണ് ഞാൻ കാണാൻ വന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞു വൈഡ് സ്പ്രെഡിങ് ആണ്, തിരിച്ചു കിട്ടോ എന്നറിയില്ല എന്നാണ് പറഞ്ഞത്. അതെ, ആ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. അന്ന് കണ്ട രേണു ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടിട്ടോ ഇതിപ്പോ കാണുമ്പോ വീണ്ടും ആൾക്കാർ ട്രോളാനൊക്കെ തുടങ്ങും. പക്ഷെ അങ്ങനെയല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്. അന്ന് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ രേണു ചേച്ചിനെ കാണുമ്പോ എനിക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബും കുറെ തന്നെ സന്തോഷമുണ്ട്. അന്ന് കണ്ട ചേച്ചിയല്ല ഇന്ന് എന്നുള്ളത്. പിന്നെ അന്ന് റൈറ്റ് ഹാൻഡിലായിരുന്നു ഹാർട്ടിലോട്ട് ഇടുന്ന പിക്ക് ലൈൻ ആണ് ഈ കിടന്നത്. അപ്പൊ അത് ഇൻഫെക്ഷൻ ആയതിനെ തുടർന്നാണ് ഇപ്പത്തെ കൈവിട്ടത്. അന്ന് ഓരോ പോസ്റ്റിലും ഇത് വെറുതെ ആറാട്ടെണ്ണം ചെയ്ത പോലെ വെറുതെ ഒരു ഫേക്ക് ക്യാൻസർ ആണ്, ക്യാൻസർ ഒന്നുമില്ല, ഇവള് വീണ്ടും ഫെയിം ആവാൻ വേണ്ടിട്ട് പല രീതിയിലും രേണുസുതിക്ക് വീണ്ടും ഫെയിം ആവാൻ ക്യാൻസറിന്റെ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ ഒന്നിന്റെ ആവശ്യമില്ല. രേണുസുതി എന്നുള്ള പേര് ഇപ്പോഴും രേണുസുതി തന്നെയാണ്. വെറുതെ ഒരു ഹാഷ്ടാഗ് ഇട്ട് രേണുസുതി കിട്ടാലും ഒരു 10 പേര് കൂടുതൽ കാണുന്നു. ഇപ്പൊ ഈ കയ്യിൽ നിന്ന് മാറി ഇപ്പോ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇനി എത്ര കീമോ? ഇനി ഒരു 3 കീമോ കൂടെ ഉണ്ട്. അത് പെട്ടെന്ന് പോണം, അതാണ് എന്റെ പ്രാർത്ഥന. പെട്ടെന്ന് 3 കീമോ എന്ന് പറഞ്ഞാൽ 3ഉം 21 ദിവസം കൂടുമ്പം എടുക്കുന്നതാണ്. ഈ ഒരു 3 കീമോ കഴിഞ്ഞ ഒരു 10-15 ദിവസം നമ്മൾ കിടപ്പായിരിക്കും. പറയട്ടെ, ഈ 3 കീമോ എന്ന് പറഞ്ഞാൽ 3 കീമോ കഴിഞ്ഞ 10-15 ദിവസത്തിൽ നമ്മൾ കിടപ്പായിരിക്കും. കിടപ്പെന്ന് പറഞ്ഞാൽ ലോകമായിട്ട് അല്ലെങ്കിൽ പുറമേ ഉള്ള ഒന്നുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. കാരണം നമുക്കത് പറ്റത്തില്ല, ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കിടപ്പ് തന്നെയായിരിക്കും. പിന്നെ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നത് ചേച്ചിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഒരുപാട് പേര് കോൾ ചെയ്യും. അപ്പം ആ കിടപ്പിന്റെ സമയത്ത് നമുക്ക് ഒന്നും അറിയത്തില്ല, ഛർദിൽ മാത്രം, വൊമിറ്റിങ് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹെൽത്ത് ടോട്ടലി വീക്ക് ആവും. അതിലൂടെ നമ്മുടെ വൈറ്റ് ബ്ലഡിന്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് കുറയും. അപ്പൊ അതിനും ഇഞ്ചക്ഷൻ എടുക്കണം. ടോട്ടലി സത്യം പറഞ്ഞാൽ ഈ കീമോയ്ക്ക് നമ്മുടെ കീമോ മരുന്ന് മാത്രമല്ല ചെയ്യണം. ഞാൻ പറഞ്ഞ 2 ലക്ഷം
ത്തിന്റെ ഇഞ്ചക്ഷൻ വരെ നമുക്ക് ആന്റിബോഡിയാണ് ആന്റിബോഡി എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്യൂർ ആയിട്ട് നിൽക്കുന്നത്. അത് എടുത്തില്ലെങ്കിൽ സാധാരണ കീമോ ആണെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഇന്നിപ്പോ ഇന്നിപ്പോ കാണത്തില്ല, കാരണം 3 കീമോ കഴിഞ്ഞില്ലേ, അതിന്റെ ഇടയ്ക്ക് തന്നെ പോയാണ്. ഇനിയിപ്പോ 3 കീമോ ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ ഒരു സർജറി ഉണ്ട്. ശരിക്കും ആക്ച്വലി എന്ത് ക്യാൻസർ ആണ് ശ്രദ്ധിക്കുന്നത്? പല ആൾക്കാരും, ഇതിപ്പോ ഞാൻ ചോദിക്കാനുള്ള റീസൺ, പല ആൾക്കാരും പല രീതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ക്യാൻസർ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണ്, സ്റ്റൊമക്കിലെ ക്യാൻസർ ആണ്, അങ്ങനെ പല രീതിയിലും പല ആൾക്കാരും പല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്നുള്ളത്, എന്ത് ക്യാൻസർ ആണല്ലോ ആർക്കും ഈ അസുഖം വരരുത്. കാരണം ശത്രുക്കൾക്ക് പോലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ക്യാൻസർ പണ്ടായിരുന്നു, ഒരു 20 വർഷം മുന്നേ ആയിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന എല്ലാവരും ഭീതിജനകം എന്ന് പറഞ്ഞ ഒരു സാധനം. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ക്യാൻസർ സാധാരണ രോഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വീണ്ടും കരിഷ്മനെ പറയാം, അവള് പറയുന്നത് സെലിബ്രിറ്റിക്ക് വരുന്ന രോഗം പോലെ. അതിനെന്താണ്, നമ്മള് സിനിമാ നടിമാർ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് എനിക്കറിയാമോ? ശരിയാണ്, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ക്യാൻസർ ആയിട്ട്. എനിക്ക് തോന്നുന്നു ആ കുബേരൻ സിനിമയിലെ ആക്ട്രസ്, അവർക്കും ഇപ്പൊ സെയിം എന്റെ രീതിയിൽ തന്നെ സെയിം ക്യാൻസറും ഞാൻ സെക്കൻഡ് കീമോ എടുത്ത സമയത്താണ് അവരുടെ സെക്കൻഡ് കീമോ. സെയിം രീതിയിലാണ് ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ്. എങ്കിൽ പോലും ലോകത്തിൽ ആർക്കും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെയാണ് കീമോയുടെ അവസ്ഥ. എനിക്കുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, റൈറ്റ് സൈഡിലെ ബ്രസ്റ്റിലെ ക്യാൻസർ ആണ്. അത് പെട്ടെന്ന് വ്യാപനം ഉള്ള ഒരു ക്യാൻസർ ആണ്. അതായത് ഹെർത്രൂ പോസിറ്റീവ് എന്ന് പറയും. സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കീമോ എടുത്താൽ നമുക്ക് ഓക്കെ ആവും, അല്ലെങ്കിൽ അതിലെ മുഴ മാത്രം എടുത്തു കളഞ്ഞാൽ ഓക്കെ ആവും. പക്ഷെ അങ്ങനെയല്ല എൻ്റെ ക്യാൻസർ. എൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ 3rd സ്റ്റേജ് കഴിഞ്ഞു, 4th കയറിയില്ല. 3rd C സ്റ്റേജ്. കാരണം കുറേ അങ്ങ് മുന്നോട്ട് ഞാൻ അതിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th ആണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പം ഈ ഒരു ഹെർത്രൂ പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സാധാരണ കീമോ എടുത്ത് നമ്മൾ ഓക്കെ ആയാലും. പക്ഷെ ഈ 2 ലക്ഷത്തിന് മരുന്ന്, അതായത് ആന്റിബോഡി, അത് പ്രത്യേകതരം മരുന്നാണത്. അതിനെപ്പറ്റി എനിക്ക് ചേച്ചിക്കായിരിക്കും അതിനെ കൂടുതൽ പറയാനറിയാതെ. അപ്പൊ ആ മരുന്നാണ് എനിക്ക് നമ്മുടെ തൊടയിലേക്ക് കുത്തി നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് കീമോ മരുന്ന് കയറ്റുന്നത്. ഇപ്പൊ ഈ ട്യൂബ് ഇട്ടിരിക്കുന്നത് ഹാർട്ട് വരെ ഡയറക്റ്റ് ആണ്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് കയ്യില് വെയിനില് വെക്കുന്ന, സാധാരണ നമ്മൾ ഇത് എടുക്കുന്ന പോലെ കാനൽ ഇട്ടിട്ട് അതിൽ കൂടിയാണ് കയറ്റുന്നത്. ഇപ്പോ കറക്റ്റ് ഹാർട്ടിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താണ് ഓണത്തിന് ഇപ്രാവശ്യം ഓണം ഉണ്ടോ ഇല്ലയോ? ഓണമില്ല, കാരണം 27-നല്ലേ ഓണം. ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം നാളെ കീമോ ആണ്. ഋതപ്പന് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഇന്നിവിടെ ഇല്ല, സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പം ചെറിയ രീതിയിൽ ഒരു കേക്ക് മുറിക്കണമെന്നുണ്ട്. നമുക്ക് പിന്നെ അവനെ സന്തോഷിപ്പിക്കണമല്ലോ നമ്മള്. എന്താണ് ഓണം? ഓണം ഇപ്പൊ ഓണമില്ല, ഹോസ്പിറ്റലായി. സാധാരണ എങ്ങനെയായിരുന്നു ഓണം കാര്യങ്ങൾ? സാധാരണ കഴിഞ്ഞ വർഷത്തെ ഓണം സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ബിഗ് ബോസിലായിരുന്നു ഓണം ആഘോഷിച്ചത്. ഓണത്തിന് പിറ്റേന്ന് എന്നെ കൈ പിടിച്ചോണ്ട് അന്ന് തന്നെ എന്റെ കൈ പിടിച്ചോണ്ട് ലാലേട്ടൻ ഹൗസിൽ നിന്ന് വെളിയിൽ ഇറക്കുമായിരുന്നു. അപ്പം പിറ്റേ ദിവസം എനിക്ക് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ മാത്രമല്ല, മമ്മൂക്കയുടെ എന്റെ ഒരു ദിവസമാണ് ബർത്ത്ഡേ. September 7 ആണ് ഞങ്ങളുടെ 2 പേരുടെ ബർത്ത്ഡേ. അപ്പം പണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഓണ സമയത്താണ് തോന്നുന്നത് എന്റെ ബർത്ത്ഡേ. അപ്പം പണ്ട് സുധിച്ചേട്ടനുള്ളപ്പം നമുക്കായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വാട്സാപ്പിൽ ഈ ഈദ് മുബാറക് ഒക്കെ അയക്കുമായിരുന്നു, താങ്ക്സ് ഒക്കെ നമ്മൾ അയക്കായിരുന്നു. അന്ന് ആ സമയത്ത് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഹാപ്പി ബർത്ത്ഡേ നമുക്ക്. അപ്പൊ സുധിച്ചേട്ടന്റെ ഫോണിൽ തിരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമുള്ള, അത് എന്റെ ബർത്ത്ഡേ കൂടെ ആണെന്ന്. മറക്കാൻ പറ്റാത്തൊരു ഓണം സുധിച്ചേട്ടനൊപ്പം ലാസ്റ്റ് ഓണം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം മരിക്കുന്നതിന് മുന്നത്തെ ഓണം, മരിക്കുന്ന ജൂൺ മാസം, അതിന് മുന്നത്തെ ഓണത്തിന് പിള്ളേർ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. പൊങ്ങനായിട്ട് മരിച്ച ആ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടിലാണ് താമസമുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ഒരു മാസം, മരിക്കുന്നതിന് 1 മാസം മുന്നേ മാറിയത്. അപ്പൊ അവിടെ എല്ലാവരുമായിട്ട് സദ്യ. ഇപ്പൊ സുധിച്ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു സദ്യ. ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പുള്ളി ഓണമായിട്ട് 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി, തകൃതി ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ സദ്യയെല്ലാം കഴിക്കുന്നത് വെണ്ടയ്ക്ക ഒന്നും എന്തോ തീയലൊക്കെ ഒന്നും വെന്തില്ല. പുള്ളി ഉണ്ടാക്കി വെച്ച് ഒന്നും വെന്തില്ല. 10 കൂട്ട കറി വെച്ച് ഒന്നും വെന്തില്ല. പിന്നെ ലാസ്റ്റ് അതുപോലെ വേറൊരു കോമഡി നടന്ന, അതിനകത്ത് കറിവേപ്പില ഇട്ടത് ആര്യവേപ്പിലേക്ക് പച്ചയ്ക്ക് കഴിച്ച്. പിന്നെ രണ്ടാമത് ഞങ്ങളെല്ലാം, പിന്നെ അമ്മ എല്ലാവരും വന്നുണ്ടാക്കി. പുള്ളി ക്ഷമ പറഞ്ഞു, സോറി ഞാൻ ആ ഒരു ഇതിന് ഉണ്ടാക്കിയതുണ്ട്. അത് മറക്കാൻ പറ്റാത്ത ഓണം. പിന്നെ വളരെയധികം മിസ് ചെയ്തു. പക്ഷെ
ഈ 3 വർഷം ഇതാന്ന് പറഞ്ഞ് പോയി എങ്ങനെയാന്ന് പോലും അറിയില്ല, പെട്ടെന്നാ പോയത്. പക്ഷെ കുറച്ച് ആൾക്കാരും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞ ശ്രദ്ധിച്ചാൽ ഞങ്ങളോട് തന്നെ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രമേൽ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത്, അപ്പൊ അദ്ദേഹം നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇപ്പോഴും മനസ്സിലായി. ഇനിയിപ്പോ ബിഗ് ബോസ് ആണ് രേണുവിനെ ഒരു പോസിറ്റീവ് ഇമേജ് ആക്കിയെന്നാണ് ഒരു ടോക്ക് ഉള്ളത്. അപ്പോ ബിഗ് ബോസ് ഇപ്പോ അഗ്നിപരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്, വല്ലപ്പോഴും, എപ്പോഴും കാണാറില്ല. എന്നാലും ഈ ഇതൊക്കെ വരുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ബിഗ് ബോസിലെ ശാരിക. പുള്ളിക്കാരിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളിക്കാരി അഗ്നിപരീക്ഷയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് അഭിപ്രായം, എന്ത് തോന്നുന്നു അഗ്നിപരീക്ഷ? സത്യം പറഞ്ഞ അഗ്നിപരീക്ഷ, നമ്മളൊരു അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, കോമണേഴ്സിനെ വെച്ചിട്ടാണ് അഗ്നിപരീക്ഷ. ഇപ്പൊ കോമണേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആരാ, ഇപ്പൊ ഒരു ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ, കൂലിപ്പണിക്കാര്, ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനകത്ത് മോഡൽസ് ഉണ്ട്. എനിക്ക് 1-2 പേര് കാർപ്പൻറ്ററോ ഒരു വീട്ടമ്മയോ ഉള്ളത്, ബാക്കിയെല്ലാം മോഡൽസ് ആണ്. മോഡൽസ് തീർച്ചയായിട്ടും അവർക്ക് ഫേമസ് ആണ്, ഓൾറെഡി അറിയാവുന്നവരാണ്. പിന്നെ അവരെ വെച്ചിട്ട് എന്ത് കോമണേഴ്സ് എന്ന് ഞാൻ ആലോചിച്ചു, ഇത് എന്താണ് സംഭവം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മര്യാദയ്ക്ക് എടുക്കാൻ പോരാണെന്നൊക്കെ ആലോചിച്ചു. പക്ഷെ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അനീഷ് ഒരു കോമണറാണ്. അനീഷിനെ നമുക്ക് ബെസ്റ്റ് കോമണർ. ഞാൻ അന്നും അവിടെ ഉള്ളപ്പോഴും ഇന്നും എന്നും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അനീഷിനെയാണ്. ആളൊരു സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ മാറ്റിയിട്ടില്ലെന്നാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ അനുമോളായിട്ട് ഒരു ട്രാക്കിലേക്ക് വീണുപോയി. അത് മാത്രമാണ് ഞാൻ കണ്ടിടത്തോളം. ഞാൻ തന്നെ എല്ലാവർക്കും അത് മാത്രം ഒരു ചെറിയൊരു പ്രശ്നം. പക്ഷെ അത് ആ സമയത്ത് ചിലപ്പം അങ്ങനെ ആയിപ്പോയി. പക്ഷെ അത് ചതിച്ചതാ. ആളാണ് എന്റെ ജനങ്ങളുടെ മനസ്സിൽ ആളാണ് വിന്നർ. എന്തൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടർ രതീഷ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്നത് അഗ്നിപരീക്ഷയില് പുള്ളി, അവരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പോ അഗ്നിപരീക്ഷ നടക്കുന്നു, അതില് റെനീഷ് ആങ്കർ ചെയ്യുന്നു. 3 അഗ്നിഗോളങ്ങളായിട്ട് റിയാസ്, രഞ്ജിനി ആൻഡ് അഖിൽമാരാർ. എന്താണ് അവരെ പറ്റി പറയാ? അവിടെ തകർക്കുന്നുണ്ടല്ലേ രഞ്ജിനി, ഹരിദാസ് ചേച്ചിയാണെങ്കിലും പൊളിച്ചെടുക്കുന്ന കണ്ട്. പക്ഷെ അത് കണ്ടപ്പോ ഞാന് എന്തോ ഒരു പുള്ളിക്കാരിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അവരുമായിട്ടാണ് തോന്നുന്നു ഒരു പൂജ. അപ്പം അവര് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് വന്നവര് തന്നെയാണ്. ഞാനത് കൂടുതലും കണ്ടില്ല. പക്ഷെ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് അത്രയൊക്കെ ഉടക്കണ്ടുണ്ടോ എന്ന് എനിക്കൊന്ന് തോന്നിയായിരുന്നു. പിന്നെ അവര് തന്നെ പറഞ്ഞു, രഞ്ജിനി തന്നെ പറഞ്ഞു, രഞ്ജിനി ഹരിദാസ് തന്നെ പറഞ്ഞു, അവര് എങ്ങനെയാണോ റിയാക്ഷൻ ചെയ്തത് അങ്ങനെയാണ് തിരിച്ചു ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് കണ്ടപ്പോ എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നി, എന്റെ അഭിപ്രായം. എനിക്കും തോന്നിയ കാര്യം ഇത്രയ്ക്കും ഓവർ ആക്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ പോലും എത്ര ഒരു ലിമിറ്റിൽ നിൽക്കാറുള്ളൂ. ഇത് കാണിച്ചു കൂട്ടലാണോ എന്ന് വരെ ആൾക്കാർ കാട്ടിക്കൂട്ടലും പക്ഷെ ഇതിലേ അടുത്തൊരു കോമഡി ഉണ്ടായത് അഖിൽമാരാർ ഒരു കണ്ടസ്റ്റന്റ് അടുത്ത് ചോദിച്ചു നിലപാട് എന്താണ്, അതിന്റെ അർത്ഥം അതിപ്പോ ഫുൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നിലപാടിൽ ഒട്ടുമില്ലാത്ത ഒരാളാണ്. എന്താണ് അഖിൽമാരാറിനെ പറ്റി പറയാനുള്ളത്? അഖിൽമാരാര് എന്നെ കുറെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി എനിക്ക് അറിയത്തില്ല. പിന്നെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഞാൻ സത്യത്തിൽ എന്റെ എപ്പിസോഡ് പോലും ഞാൻ ഫുള്ള് കണ്ടിട്ടില്ലാത്ത ഞാനാണ്. അപ്പൊ അവരുടെ പക്ഷെ പേഴ്സണലി എനിക്ക് അടുത്ത് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് നിലപാടിന്റെ പ്രശ്നമാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി ഞാൻ തന്നെ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരാണ്, നിലപാടുകൾ. പിന്നെ ചില ആളുകളുണ്ടോ, ഇപ്പൊ നമ്മൾ അനീഷിന്റെ കാര്യം പറഞ്ഞു, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരൊന്നും മനുഷ്യന്മാരാണ്. എല്ലാവർക്കും നിലപാടുകൾ മാറ്റം വരും, വാക്കുകൾ നിൽക്കണമെന്നില്ല. പക്ഷെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ നിലപാടിന്റെ ഓക്കെ. അപ്പോ ബിഗ് ബോസ് സീസൺ 8 നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ല ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല ഗെയിമറിനും വിന്നാവട്ടെ, നെയ്മർ വിന്നാവട്ടെ എന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. പിന്നെ നമ്മളിപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യം
ആർക്കറിയാം ആരാ വിന്നാകുന്നത്, ആരൊക്കെ ഉണ്ടെന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ നമ്മൾ ആ ഒരു കോമണേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവരാണ് വരുന്നത്. നമ്മൾ അപ്പം തന്നെ നമുക്ക് അതിന്റെ ഇത് മനസ്സിലായി. ആരൊക്കെ ഉണ്ടാവുന്നതാണ് ഒരു പ്രഡിക്ഷൻ, രേണു ചേച്ചിയുടെ ഒരു മനസ്സിലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ്? എൻ്റെ മനസ്സിൽ ജാസി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ജാസി എൻ്റെ ഫ്രണ്ടാണ്. നല്ലൊരു ഗെയിമറായിട്ട് ജാസി അവിടെ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ജാസി ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് എനിക്ക് അങ്ങനെ അറിയില്ല. ജാസിയുടെ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ രാഹുൽ ദാസ്, നിങ്ങൾക്കറിയാലോ, എൻ്റെ വളർത്തു മകൻ, കൊല്ലം സുധീയുടെ മൂത്ത മകൻ. അയാളുണ്ടെങ്കിലും നല്ലതായിരിക്കും. കിച്ചു, നിങ്ങൾ കിച്ചു എന്ന് വിളിച്ചോളൂ. ഓക്കെ. രാഹുൽ കിച്ചു ഉണ്ടെന്നാണോ? കിച്ചു ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാമല്ലോ. ഓക്കെ ഓക്കെ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിച്ചു ഉണ്ടാവും എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രഡിക്ഷൻ ലിസ്റ്റ്. ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ കിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഉണ്ടാവട്ടെ, നല്ലതായിട്ട് ഗെയിം കളിക്കട്ടെ, വിന്നാകട്ടെ, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ആരുടെയും ദോഷങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അന്ന് ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു കോൺട്രവേഴ്സിയിലാണ് ഇപ്പോൾ സംസാരം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആങ്കർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, കിച്ചു ഒരു കാര്യമല്ലല്ലോ അത്. അതുലെന്ന് പറയുന്ന ആ തെണ്ടി വ്ളോഗർ, അങ്ങനെ എൻ്റെ ഫേസ് നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റി കട്ട് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ തെണ്ടിന്ന് തന്നെ പറയാം. കാരണം ഇത്രയും സംസ്കാര ശൂന്യനായിട്ടുള്ള, ഇത്രയും വിവരം കെട്ടൊരു വ്ളോഗറിനെ, വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തും പറയാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കുന്ന വെറും നാറി കുറച്ച് വ്ളോഗേഴ്സിന്. അതിൽ കൂട്ടത്തിലുള്ളതാണ് ഈ അതുലെന്ന് പറയുന്ന ചെറ്റ. അതിന് മെയിൻ കാര്യം ഇവനുമായിട്ട് ഓൾറെഡി കേസ് ഉള്ളതാണ്. ഇവന്റെ കേസ്, ഞാനുമായിട്ടുള്ള കേസ് ഇപ്പോഴും കോടതി കിടക്കുവാണ്. എന്നിട്ട് പോലും ഇവന്റെ തമ്പലൈൻ കൊടുത്തേക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭിണിയാക്കിയോ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ. ഏതേലും തന്തയ്ക്ക് പറഞ്ഞാൽ മോന്തക്കുറ്റി നോക്കി അടിക്കത്തില്ല. തീർച്ചയായിട്ടും കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തും ആകട്ടെ, ഞാനും എൻ്റെ വളർത്തുമകനും എന്ത് പ്രശ്നം ഉണ്ടാകട്ടെ, ഫാമിലി മാറ്ററാണ് ഇവനൊക്കെ. അപ്പം ഈ ഫാമിലി മാറ്റർ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പറയുന്നത്? ഈ ചെറ്റയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയണ്ടേ, നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ആങ്കർ ചോദിച്ചതിന് തെറ്റ്, ചോദിച്ചവക്കിട്ട് അടിക്കണം, കേട്ടിരുന്ന ഇവളെങ്ങനെ കേട്ടിരുന്നു അവൾക്കിട്ട് അടിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉണ്ടാക്കിയവനിട്ട് അടിക്കണ്ടേ? ഇതിന്റെ മൂല കാരണക്കാരൻ അതുൽ എന്ന് പറഞ്ഞ വ്ളോഗറാണ്. അതിന്റെ സത്യാവസ്ഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുൽ ഇങ്ങനെ ഒരു സാധനം ഒരു കോണ്ടെക്സ്റ്റ് എടുത്തെടുത്തു. കിച്ചു അങ്ങനെ തന്നെ പീഡിപ്പിച്ചോ, ഗർഭിണി, ആര് സഹിക്കും ഇതൊക്കെ? അതായത് വളർത്തുമകനാണെങ്കിലും മകന്റെ സ്ഥാനമാണ്, മകനാണ്. അതെ. അപ്പൊ ആ മകൻ ഒരിക്കലും ഒരു അമ്മേനെ പീഡിപ്പിക്കാനോ ഗർഭിണിയാക്കാനോ നോക്കില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്തിന് അതുൽ വ്ളോഗ്സ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും നടക്കും. നമ്മൾ അതൊന്നും പുറത്ത് പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും, ചിലപ്പം വേണ്ട അത് പറയുന്നില്ലായിരിക്കും. പക്ഷെ ഇവൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? ഇവനെ പോലുള്ള കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, ഇവന്മാരെല്ലാം നമ്മുടെ വീട്ടിൽ കയറി എന്തിനാണ് ഇന്ന് ഇറങ്ങുന്നത്? എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇവന്റെ വീട്ടിലെ കുറച്ച് വിശേഷം നമുക്കും ഉണ്ട്, അതെല്ലാം നമ്മളും കൂടെ എടുക്കത്തുള്ളൂ. അവര് എനിക്ക് തോന്നുന്ന സയൻസിന്റെ ഇതിൽ പറഞ്ഞായിരിക്കും, സ്ത്രീ ശരീരത്തെ പറ്റി, ശരീരത്തിന്റെ ആ ഒരു ഇതിനെ പറ്റി പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ അറിയത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ അവര് സംസാരിച്ചായിരിക്കും. പക്ഷെ അത് വേറെ രീതിയിൽ വളച്ചൊടിച്ചു. എന്താണ് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട്? ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ അപ്പുറം വരും, ആവക്കന്റെ അങ്ങനെ വരത്തുള്ളൂ. എന്തായാലും അവര് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഇവര് പറയുന്ന പോലെ ഒരു മിനിറ്റ് കട്ട് ചെയ്തിട്ട് ഈ ചിണ്ടനെ വിളിച്ചു ഒന്നും ചെയ്യത്തില്ല. ഒരു കാര്യം ഞാൻ അവര് പറഞ്ഞതിനോട് വിയോജിക്കുന്നത്, ആരെ കിട്ടിയാലും എന്ന് പറഞ്ഞില്ലേ, അതിനോട് ഞാൻ വിയോജിക്കുന്നു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു എന്ത് ടൈം ആയിക്കോട്ടെ, ഓവുലേഷൻ ആണല്ലോ എന്ത് ടൈം ആണല്ലോ, അവളുടെ മനസ്സിന്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിന് ഒരു ഇഷ്ടം തോന്നണം. അല്ലാതെ ആരെ കിട്ടിയാലും അതിനോട് ഞാൻ വിയോജിക്കുന്നു. അതേ ഉള്ളൂ കേട്ടോ. അതെ, ആക്ച്വലി അത് വേറെ രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ലി ടോക്കിൽ സംസാരിച്ചു വന്നപ്പോ അതൊരു ഇതിലായി പോയി, അത് കയ്യിൽ നിന്ന് പോയി. പക്ഷെ അത് ഫുള്ളായിട്ട് കണ്ടില്ല, അത് എല്ലാവർക്കും തോന്നില്ല. അത് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നത്, ശ്രീലക്ഷ്മി വർക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, തീർക്കുന്നത് ഇങ്ങനെയാണ്. അത് തോന്നും, പക്ഷെ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവും. അത് അവസാനിപ്പിച്ചത് അത് ആൾക്കാർ കണ്ടിട്ടില്ല.
അത് എത്ര പേര് അതിന് റിയാക്ട് ചെയ്തിരിക്കണം, ഓരോ വീട്ടമ്മമാര് പോലും റിയാക്ട് ചെയ്തു. അത് വല്ലാതെ ഒരു എയറിൽ പോയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചേച്ചി ഇപ്പോ ബിഗ് ബോസിലേക്ക് പോവാൻ താല്പര്യമില്ലാതെയാണ് ബിഗ് ബോസിൽ എത്തിയത്. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക്? താല്പര്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ എന്താ പറയാ, എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളോട് വരെ സംസാരിക്കും. നമുക്കത് അറിയില്ല എങ്ങനെയാണെന്ന് പോലും നമുക്ക്. നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ പോയി. പക്ഷെ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഏതൊരു വ്യക്തിയാണേലും വോട്ട് കിട്ടി അവിടെ നിൽക്കത്തേ ഉള്ളൂ ആണല്ലോ. ഇപ്പൊ ഇത്രയും സീസൺ 7 വരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പൊ 8 ആയി. ഇതുവരെ നോക്കിയപ്പം എല്ലാവരും മിക്കവരും മിക്ക കണ്ടസ്റ്റന്റും എവിക്റ്റ് ആയിട്ടാണ് പോകാറ്. പക്ഷെ ഞാൻ മാത്രം രേണുസുതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയിട്ടില്ല. ആ നിൽക്കുന്ന അന്ന് വരെ എനിക്ക് വോട്ടുണ്ടായിരുന്നു. അനീഷ അനു എനിക്കായിരുന്നു വോട്ട്, അത് കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ ലാലേട്ടൻ പറയുന്നത് രേണുവിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലേ? ഇല്ല ഇല്ല ലാലേട്ടാ, കൈ പിടിച്ച് എവിക്റ്റ് ആവാതെ ഇറങ്ങി വന്ന ഒരു വ്യക്തിയും കൂടിയാണ് രേണു ചേച്ചി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെന്റാലിറ്റി? ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഓടി നടന്ന ഷൂട്ട് ആൽബം ആണെങ്കിലും എന്തായാലും നമ്മൾ ഇന്ന് കാസർഗോഡാണെങ്കിൽ നാളെ ആലപ്പുഴ വരും. ഇങ്ങനെ ഓടി എനിക്ക് ഭയങ്കര യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ എന്നാ എപ്പോഴാണെങ്കിലും കൊച്ചിനെ വിളിക്കുകയും പിള്ളേരെ വിളിക്കും. അന്ന് കിച്ചുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. എല്ലാ കാര്യത്തിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നാണേലും എല്ലായിടത്തും ഒന്നും ഞാൻ ബ്ലോക്ക് ചെയ്തേക്കണം. അന്ന് അങ്ങനെയല്ലായിരുന്നു, അന്ന് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കിച്ചു ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി നമുക്കെതിരെ പെട്ടെന്ന് തിരിയുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ആര് വേട്ടെ, ഏതൊരു സ്ത്രീ ആണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും നമ്മൾ നമ്മുടെ സമനില തെറ്റുന്നതാണ്. അപ്പം അതൊക്കെ ഞാൻ പിന്നീട് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുവരെ ഞാൻ റിയാക്ട് ചെയ്തില്ലായിരുന്നു. അപ്പം ആ സമയത്ത് അപ്പം എനിക്ക് ഈ കൊച്ചുങ്ങളെ കാണണം അല്ലെങ്കിൽ വീട്ടിൽ വരണം എന്നുള്ള ചിന്ത കയറിയിട്ട് അവിടെ വെച്ച് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആരെയും കാണാൻ പറ്റത്തില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കോണ്ടാക്ട് ഇല്ല. അപ്പം എല്ലാവരും ഓർക്കും അപ്പം ഷൂട്ടിന് പോകുമ്പോൾ നീ കൊച്ചുങ്ങളെ കൊണ്ടാണ് പോകുന്നത്. അല്ല, അങ്ങനെയല്ല, അപ്പോഴും വിളിക്കാമല്ലോ അവരെ. ആ ഒരു മാനസികാവസ്ഥ കയറിയിട്ട് എനിക്ക് എങ്ങനെയാലും അതിൽ നിന്ന് ഇറങ്ങണമെന്നൊരു ഒറ്റ ചിന്തയുള്ളായിരുന്നു. എങ്ങനെ പിന്നെ ഞാൻ ഈ ഫിസിക്കൽ ടാസ്ക് ഒന്നും ചെയ്തില്ല. അതിനാലട്ടം കാണിച്ചായിരുന്നു ഇതാരാ ക്യാമറ നിൽക്കുന്നത്, എല്ലാരും അടിയാ. ഞാനിങ്ങനെ മാറുന്നത് എനിക്ക് വയ്യതേ, എനിക്ക് പറ്റത്തില്ല വേദനിക്കാൻ. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും മഴ പെയ്യുന്ന മാത്രം കൊട്ടത്തിൽ അതിനെ പോലെ അടി കിച്ചണിലാണ്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ലാസ്റ്റ് എന്നെ ക്യാപ്റ്റനാക്കി കിച്ചൺ, മനഃപൂർവ്വം അടി ഉണ്ടാക്കാം. അപ്പൊ രേണുസുതി ഞാൻ പറഞ്ഞു എന്നെ ക്യാപ്റ്റനാക്കി നിങ്ങൾ അടി പോടാനെ, എനിക്ക് താല്പര്യമില്ല അടി, നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. അനുമോള് അവൾ എനിക്ക് ഫുഡ് കൂടുതൽ തരുമായിരുന്നു കേട്ടോ. എനിക്ക് അത് ഞാൻ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. അനുമോള് ചേച്ചിക്ക് ഇനിയും വേണോ ഞാൻ തരാൻ, മാറ്റി നിർത്തി അവൾ പാത്തും പതുങ്ങി എനിക്ക് ഫുഡ് തരുവാൻ. ഞാൻ കഴിക്കത്തില്ലെന്നുള്ളൂ, പക്ഷെ ചേച്ചിക്ക് വിശപ്പുണ്ടോ? പക്ഷെ അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം കല്യാണം വിളിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭയങ്കര സന്തോഷം. വന്നപ്പോൾ എന്നോട് സംസാരിച്ചു, ഫോട്ടോ കാണിച്ചാൽ പറഞ്ഞു രണ്ടുപേർക്കും എൻ്റെ സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് നിന്നോടൊപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ അസാരസ്യം ഉണ്ടായിരുന്നു. ഞാൻ അവളോട് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവളോട് നീ ആ ഹെയറിൻ്റെ പേരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അനുമോൾ. അപ്പം എൻ്റെ ചേച്ചി സോറി ചേച്ചി, ഞാൻ അന്നേ സോറി. ഞാൻ പറഞ്ഞ എനിക്ക് അറിയാടി ആ ഒരു ഞാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അത് ഗെയിമായിരുന്നു. അപ്പം ഞാനും തിരിച്ച് ഗെയിമായിരുന്നു കേട്ടോ, സോറി, ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടേ സോറി എന്ന് പറഞ്ഞു. അവളും സോറി പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു മോളെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല, അപ്പം എൻ്റെ അനുഗ്രഹവും ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് ഞാൻ അവളോട് നീ കുറച്ചെങ്കിലും ആഹാരം കൂടുതൽ നിന്ന് നീയാണ് എനിക്ക്, ഞാൻ അരി തിന്നോട് ഇറങ്ങി ഇവളോർക്കും എനിക്ക് വിശപ്പാക്കി, ചേച്ചിക്ക് വന്ന് ഉണ്ടാക്കി തരാം ആഹാരം. എന്നിട്ട് മാറിയിരിക്കുമ്പോൾ അവൾ കൂടുതൽ എനിക്ക് തരുമായിരുന്നു. അല്ല അരിയൊക്കെ പറക്കി പച്ചരി ഇങ്ങനെ പറക്കി കഴിക്കുന്നതാണ്. അയൺ ഡെഫിഷ്യൻസി ഈ ക്യാൻസർ എന്ന രോഗം എപ്പോഴാണ്? ഞാൻ കുറെ നാൾ മുന്നേ, ഇത് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ ഒരു ട്യൂമർ ഉണ്ടായിരുന്നതാണ്. അപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് ഇത്ര സ്റ്റേജ് ആയിപ്പോയത്. അത് അന്ന് ക്യാൻസർ അല്ലായിരുന്നു, പക്ഷെ അന്ന് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാണ്. അന്ന് എന്നോട് പറഞ്ഞു ഇത് എടുത്ത് കളയണമെന്ന്. ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, പിന്നീടാണ് പറയുന്നത്. എനിക്ക് പേടിയായിരുന്നു കീറ ഓപ്പറേഷൻ ട്യൂമർ ഉണ്ടായിരുന്നു, അന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ ഇത് അറിയുമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് ഇത് പോകെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റ്? ഞാൻ സത്യം പറഞ്ഞ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്, വീട്ടുകാരോട് പോലും അറിയിച്ചില്ല. സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്താണ്. ഒരു 3 മാസത്തെ ഡിഫറെന്റ് സബ്സ്ക്രിപ്ഷന് 3 മാസം പൈസ കിട്ടി. എനിക്ക് 4 ലക്ഷം രൂപ വരെ കിട്ടിയായിരുന്നു സബ്സ്ക്രിപ്ഷനിൽ തന്നെ. പക്ഷെ ഇപ്പൊ അത്
അതും ഇല്ല. ഇപ്പൊ എനിക്ക് ഒരു വരുമാനവും ഇല്ല. സബ്സ്ക്രിപ്ഷൻ എന്ത് പറ്റി? സബ്സ്ക്രിപ്ഷൻ ഞാനിപ്പോ ചെയ്യുന്നില്ല. ഫോട്ടോസ് എല്ലാവരും കുറഞ്ഞു 3000-4000 പേരുണ്ടായിരുന്നു. നമുക്ക് ക്യാൻസർ ആണല്ലോ. അപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒരു വീഡിയോസോ ഫോട്ടോസോ ഇപ്പൊ ഞാനത് രഹസ്യത്തിലിടുന്ന എന്തോ ആയിക്കോട്ടെ, എന്റെ സബ്സ്ക്രൈബേഴ്സിലിടുന്ന എല്ലാം ലീക്ക് ആയിരുന്നല്ലോ. ഭയങ്കര പ്രശ്നം, വീഡിയോ ലീക്ക്, നാക്കിന്റെ വീഡിയോ ഒക്കെ ലീക്കായി ഭയങ്കര സംഭവം. അത് കിച്ചു എടുത്തല്ല അത് പുറത്തിട്ടത്. ആദ്യം ഒരു വ്ളോഗർ, ഇതിനകത്ത് ഈ പറയുന്ന തെണ്ടി വ്ളോഗർമാരല്ലേ ഇതിനകത്ത് പേര് മാറ്റി ഇവന്മാരെല്ലാം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ആണ്, സീരിയസ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പുറത്ത് വിടുക. അതാണ് ഇവരുടെ പണി, മെയിൻ പണിയാണ്. ഇത് ഭയങ്കര സംഭവമായിരുന്നു. ഓരോ ദിവസം കണ്ടിട്ട് വേണ്ടേ. ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് എടുക്കുക, ഇവന്മാര് കണ്ട് ആസ്വദിക്കുക, അതിന് പുറത്ത് വിടുക. ഇതായിരുന്നു പരിപാടി. എനിക്കതും പറ്റുന്നില്ല. പിന്നെ ഞാനതങ്ങ് വിട്ട്. ഇനിയിപ്പം എഴുന്നേറ്റ് വന്നിട്ട് ഇനിയിപ്പോ അവളിനി സബ്സ്ക്രിപ്ഷൻ, അതെനിക്ക് ഇഷ്ടമല്ലേ. എനിക്ക് വരുമാന മാർഗം വേറൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ വരുമാന മാർഗം. അപ്പം എല്ലാം എന്താ പറയാ, ഈ പറയുന്ന ആരും കൊണ്ട് എനിക്കൊന്നും കൊണ്ട് തരുന്നില്ല. പിന്നെ ഈ നെഗറ്റീവ് കമൻസ്, ഇവര് ഈ 299 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ട് അവരുടെ ഫ്രസ്ട്രേഷനാണ് അവർക്ക് തീർക്കുക. അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിലതിനൊക്കെ ഞാൻ തിരിച്ച് തന്തയ്ക്കും വിളിക്കുമായിരുന്നു. ഇനിയിപ്പോ ചേച്ചി വൈറലായത് ഇപ്പൊ രേണുസുതി എന്നൊരു പേര് സോഷ്യൽ മീഡിയയിൽ വരാനുള്ള റീസൺ ദാസേട്ടന്റെ കൂടെ ആ ബീച്ചില് അതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ 2 വർഷം ആയിരിക്കുകയാണ്. ഇന്നതിന്റെ ആനിവേഴ്സറി കൂടിയാണ്. അതെ, ഞാൻ കണ്ടിരുന്നു. അപ്പോ ദാസേട്ടൻ എന്താണ് ഇപ്പൊ ഈ അസുഖമായിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു? ഒരു തവണ വിളിച്ചതേ ഉള്ളൂ. വരാമെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും വരണമെന്നില്ല. നമ്മുടെ കൂടെ നിൽക്കൂന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതാണ് രോഗം. എന്തോ നമ്മൾ സ്നേഹിച്ചാരും വന്നിട്ടില്ല. നമ്മളെ ഒരുപാട് പേര് വന്ന്, ഈ പേര് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരു ഒരുപാട് പേര് വന്ന്. നമുക്കൊന്നും തരുന്നതിൻ്റെ അല്ല, തരുന്നവർ തരും. അത് ഇനിയിപ്പം അവര് 1 രൂപ തന്നാലും അത് നമുക്ക് സന്തോഷമുള്ളൂ. വെറും 1 രൂപ 100 രൂപ തന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. ഞാൻ ആരോടും ചോദിക്കുന്നുമില്ല. ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത്, ഞാനിപ്പോൾ ഉള്ള ഗോൾഡൊക്കെ പണയം വെച്ചോ അത് തിരിച്ചെടുക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലാണ്. അതും കൂടെ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടാണ് ഞാൻ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഈ ദാസേട്ടന്റെ കാര്യം വരാമെന്ന് പറഞ്ഞു. ദാസേട്ടൻ മാത്രമല്ല, എൻ്റെ കൂടെ പലരും ഉണ്ടായിരുന്നവർ ക്യാൻസർ ജേർണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊപ്പം ഉണ്ടെന്ന് പറഞ്ഞവർ പോലും വിളിച്ചു ചോദിക്കാനോ അവർ വരാനോ ഒന്നും കൂട്ടാക്കിയില്ല. അപ്പം അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, അത് അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. അവർക്ക് വരാൻ താല്പര്യമില്ലായിരിക്കും. ഇപ്പം എല്ലാവരും പറഞ്ഞോന്നു ഇപ്പം പറയുന്നത് ഞാൻ എല്ലാവരും വിളിച്ചു വരുന്നത് അല്ല, ഒരിക്കലുമല്ല. വരുന്നവർ വരുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നും തന്നില്ലല്ലോ അവർ വരുന്ന സന്തോഷം. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പ്രോബ്ലം ആവണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് വരുന്നില്ല. എന്തുവാട്ടെ, ഒരുപാട് മാസ്ക് വെച്ചിട്ട് വരുന്ന സംസാരിക്കുന്നവരുണ്ട്. എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, മാനേജർ വന്നിട്ടുണ്ട്. പിന്നെ അവൾക്ക് എന്നെ ഇങ്ങനെ ഞാനാണ് അങ്ങോട്ട് കരിഷ്മയോട് പറഞ്ഞു, ഇനി എടി ഞാൻ കീമോ ചെയ്യുന്നത്, എൻ്റെ മുടിയൊക്കെ വളരാൻ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം, ഇങ്ങോട്ട് വരണ്ട. കാരണം നമുക്ക് ചില ആളുകൾ വരുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല, നമുക്ക് വിഷമമാവും. അപ്പം അല്ലെങ്കിൽ പോലും ഒരുപാട് പേര് വന്ന് ഈ വാതിക്ക് വന്ന് മാസ്ക് വെച്ച് എന്നെ കാണുന്നുണ്ട്. അവർക്കാർക്കും ഇല്ല ഇപ്പം പ്രശ്നം. വരണമെന്നുണ്ടെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. അതിലിപ്പോ നമ്മള് സുധിക്കൊരു വിഷമില്ല, വന്നവര് വന്നു, അത്രേ ഉള്ളൂ. വരാത്തവര് വരത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ആരോടും പ്രശ്നവും പരിഭവമൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ്, ഇവിടെ ഒരു അതിഥി ഉണ്ട്, ഒരു പൂച്ച ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിണ്ടൻ. ഓക്കെ, ഈ ഒരു ട്രീറ്റ്മെന്റിന് ഇപ്പൊ പറഞ്ഞു 2 ലക്ഷത്തോളം ആന്റിബോഡി, എത്രയോ ആന്റിബോഡി? ഈ 6 കീമോ ആണ് ഫുള്ളും. 3 കീമോ കഴിഞ്ഞിനി 3 കൂടെ ഉള്ളു. അപ്പൊ ആ 6 കീമോയ്ക്ക് നമ്മൾ 2 ലക്ഷത്തിന്റെ മരുന്ന് കുത്തിവെക്കണം. ഈ മരുന്ന് വരെ വ്യാജമാണെന്ന് പറഞ്ഞവരും, ഈ മരുന്ന് നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ചെന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അതുവരെ വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഈ ഇവന്മാർ തന്നെ, ഈ വ്ളോഗർമാർ തന്നെ നേരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചു. അപ്പൊ എന്തുമാത്രം വിഷമമാണ് ഇവന്മാർ, സോക്കേട് പിടിച്ചവരാണ്. അല്ല, ആൾക്കാര് വിചാരിക്കുന്നത് ഇപ്പോ രേണുസുതി ഫെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്ന രീതിയിലാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇട്ടിരുന്നത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാം, ഞാനത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് സംസാരിക്കുന്നത്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്നത്, ഇപ്പൊ ഒരാള് ഇന്ന് ഇപ്പൊ രേണുസുതിക്ക് ക്യാൻസർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോഴും ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ? ഈ ജനങ്ങളെന്ന് പറയുന്ന, സത്യം പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരും എനിക്ക് തോന്നുന്നില്ല. കമന്റ് ഇടാനൊന്നും അവർക്ക് സമയമില്ല. അവര് വലിയ വലിയ ജോലിക്കാരും വിദ്യാഭ്യാസം ഉള്ളവരും തിരക്ക് പിടിച്ച മനുഷ്യരുമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പറയാം. ഒരു കൂലിയും പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന അവറ്റകളാണ് എന്നെ നെഗറ്റീവ് പറയുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും.
അവർ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് 185-90% പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇപ്പോഴും. ഒരുപാട് പേര് ഇത്രയൊക്കെ നെഗറ്റീവുകൾ നടന്നിട്ടും ഒരുപാട് പേര് എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല എൻ്റെ നമ്പർ മേടിച്ച് വിളിക്കുന്നുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നു. അവർക്ക് സമയമില്ല കമന്റ് ഇടാൻ, അവർ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഇപ്പം ഹോസ്പിറ്റലിൽ ഇന്നലെ ഒരു ചെക്കപ്പിന് ഞാൻ പോയപ്പം അവിടെയുള്ള നേഴ്സുമാർ എന്നോട് കൂടി എന്നെ കാണാൻ ഓടി വരും. അവർ വന്നിട്ട് എന്നോട് പറയുന്നത് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് തിരിച്ചു വരേണ്ടിയാണ് എന്നാണ്. എപ്പം കണ്ടാലും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതലും. ഇനി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ രേണുസുതി ആണ് എന്റെ ജീവൻ എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഈ രേണു ചേച്ചിനെ കണ്ട് നെക്സ്റ്റ് ഡേ ആണ് അവരൊരു ഇന്റർവ്യൂ എടുക്കുന്നത്. റിയ ഷിബു എന്നാണ് അവരുടെ പേര്. ആ ഇന്റർവ്യൂവില് നിങ്ങൾ എന്തുകൊണ്ട് രേണുസുതിയുടെ ഐഡന്റിറ്റി എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ രേണുസുതിയുടെ എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നെ തട്ടിക്കേറുന്ന രീതിയിലാണ്. മാത്രമാണ് അതിനി ആരും വന്നാലും രേണുസുതിയുടെ അത്ര ആരും വരത്തുമില്ല. ആ പേരെടുത്ത് രേണുസുതിയുടെ അത്രയും വരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച എന്റെ പേരിൽ എന്തായാലും അത്ര ഇത് വരത്തില്ല. ഞാൻ തന്നെയാണ്. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം എന്റെ ഐഡന്റിറ്റി ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. രേണുസുതി തന്നെയാണ്. അതിപ്പോ ക്യാൻസർ ആയിട്ട് കിടന്നാലും ക്യാൻസറിന് തിരിച്ചു വന്നാലും രേണുസുതിക്ക് ഒരൊറ്റ ഐഡന്റിറ്റി ഉള്ളത് അത് രേണുസുതി തന്നെ. ഇനിയിപ്പോ രേണുസുതിയുടെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോ ഐഡന്റിറ്റി രേണുസുതി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഇപ്പൊ പല ആൾക്കാരും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അപ്പൊ അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നമ്മളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ കുരുട്ട് ബുദ്ധിയായിട്ട് ചിന്തിക്കേണ്ടവരൊന്നുമില്ല. ഇനി രേണുസുതി തട്ടിപ്പോയ അങ്ങനെ ചിന്തിക്കാനില്ല. പാവങ്ങളാ പോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സ്നേഹം കൊണ്ടായിരിക്കും. ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു പല ആൾക്കാരും. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അത് കണ്ടപ്പോ? അവന്റെ തന്തയുടെ കുടുംബത്തിൽ ഇങ്ങനെ വന്ന് അവൻ ചെയ്യുമോ? ഇല്ല. പിന്നെ നമ്മളെ ചെയ്താൽ റീച്ച് കിട്ടും. ആദരാഞ്ജലി രേണുസുതി തട്ടിപ്പോയെന്ന് ഓർത്ത് അവന്റെ പേജ് കയറി നോക്കും. വൻ റീച്ച് അല്ലേ, പൈസ കിട്ടത്തില്ലേ? മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടായിരിക്കും അവന് പൈസ കിട്ടും. അതൊക്കെ തന്നെയാണ് അവന്റെ ഉദ്ദേശം. എല്ലാവരുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. ഈ നെഗറ്റീവ് പറയുന്നവരെല്ലാം ഉദ്ദേശം അതാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ രേണുസുതി എനിക്ക് എന്റെ പേരിൽ ഇത്ര അധികം നെഗറ്റീവ് വരാനുള്ള കാരണം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് വരുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഇപ്പം വിധവ എന്നുള്ള ഒരു ഇതിൽ ഒതുങ്ങിക്കൂടി വീട്ടിൽ ഇരിക്കുന്നതിന് പകരം വെള്ളസാരി ഉടുക്കുന്നതിന് പകരം അവൾ ഇറങ്ങി സമൂഹത്തിൽ ഇറങ്ങി ആൽബം ചെയ്യുന്നു, അതുപോലെ നാടകം ചെയ്യുന്നു. നാടകം ചെയ്യുമ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രയും പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയയിലല്ല നാടകം, നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് അഭിനയിക്കുകയാണ്. അതും കൊച്ചിൻ സംഘമിത്രയെ പോലെ വലിയൊരു നാടക സമിതി തന്നെയാണ് എന്നെ വിളിച്ചത്. പലർക്കും അറിയില്ല, ഞാനത് ബ്രേക്ക് ചെയ്യാണ്. പലർക്കും രേണുസുതി ഒരു നാടക നടിയാന്നുള്ള കാര്യം പലർക്കും അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടക അഭിനയം. കൊച്ചിൻ സംഘമിത്രയിലെ സതീഷ് സംഘമിത്ര സാറാണ് എന്നെ വിളിച്ചത്. സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്. അപ്പം ഇന്നപോലെ ഞങ്ങൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. 50ാമത്തെ രജത ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള നാടകമാണ്. 10-25ഓളം സ്റ്റേജ്, 25 കൂടുതൽ സ്റ്റേജുകൾ ഞാൻ ചെയ്തു. ഒക്കെ നല്ല രീതിയിൽ 2 മണിക്കൂർ സ്റ്റേജിൽ നിന്ന് അഭിനയിച്ച വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ. നാടകം എന്ന് പറഞ്ഞാൽ സിനിമ പോലെ തന്നെ അവിടുന്ന് വന്നവരാണല്ലോ സിനിമയിലൊക്കെ ഉള്ള മിക്കവരും. നാടകം എന്ന് പറയുമ്പോൾ കട്ടില്ല എഡിറ്റില്ല ഒന്നുമില്ല, ലൈവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒരു മുട്ടയേറും കൊള്ളാതാണ് ഇത്രയും. അപ്പൊ പിന്നെ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നവരോട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നാടകത്തിനോട് ഇഷ്ടമുണ്ട്, നാടക നടിയായിട്ട് കുഞ്ഞിനെ തൊട്ടുള്ള ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ദാസേട്ടന്റെ കൂടെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? ആ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എന്നെ ഇവര് വിളിച്ചതും നമുക്കൊരു റീൽ ചെയ്യണം. വിളിച്ചത് ഞാനും ദാസേട്ടനും നമുക്ക് റീൽ ചെയ്യണം, പക്ഷെ അത് പ്രൊഫഷനായിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിളാ നമ്പ്യാരുടെ ക്യാമറ ഡിബിൻ രമണൻ അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്, നിളാ നമ്പ്യാരെ. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഇത് ചെയ്തത്. നമ്മുടെ ഫ്രണ്ടും കൂടാണ് ഡിബിൻ രമണൻ. അപ്പം ഡിബിനും അവരുടെ ക്രൂവും കൂടാണ് ഈ ഒരു സംഭവം ചെയ്തത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കയ്യിൽ നിന്ന് പോയി. പടക്കം പോലെ നെഗറ്റീവ് വരാൻ കാരണം വിധവയായിട്ടുള്ള അവള് ദാണ്ട് പിടിച്ചഭിനയിക്കുന്നത് ദാസേട്ടൻ ചെക്കി പിടിക്കുന്നതൊക്കെ പറഞ്ഞാണ് ഭയങ്കര ഒരു രീതിയില്. പിന്നെ അത് കഴിഞ്ഞൊരു പാലത്തില് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി അത് വേറൊരു ഇഷ്യൂ ആയി മാറി. ആ ആൽബത്തിന്റെ ഡയറക്ടറായിട്ട് ഇപ്പം പുതിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ആൽബത്തിന്റെ പേര് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിപിൻ എന്ന് പറയുന്നത് വിപിൻ ലാലിന്റെ ആ ആൽബം എന്ന് വെച്ചാൽ 1 വർഷത്തോളം അങ്ങോട്ടായി. അത് ദാസേട്ടനെ എന്നെ വെച്ചിട്ട് ചെയ്തതാണ്. അത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു.
കുണുങ്ങി കുണുങ്ങി എന്നാണ് ആൽബത്തിൻ്റെ പേര്, വെറൈറ്റി ഒരു പേരാണ്. അപ്പോൾ അത് പുള്ളി ഒരു ലോറി ഡ്രൈവർ സ്വപ്നം കാണുന്നതാണ്, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വപ്നം കാണുന്നതാണ്. ഫോർട്ട് കൊച്ചിയിലാണ് അത് ഫുള്ളും ഷൂട്ട് ചെയ്തത്. അത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഞാൻ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് ഈ ക്യാൻസർ ആകുന്നതിന്, ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് 2 മാസം മുന്നേ എന്നെ അയാൾ വിളിച്ചിട്ട് പുതിയൊരു ആൽബം ഉണ്ടെന്ന് പറഞ്ഞു. ദാസേട്ടനാണ്. അല്ല, ദാസേട്ടനല്ല, ഞാനാണ് അഭിനയിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 മാസത്തോളം ശരീരമെല്ലാം ഇത് ചെയ്ത് ചെയ്ത് ശരീരമെല്ലാം ഇതാക്കി സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പുള്ളി കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പം സാധാരണ ആൽബത്തിന് നമ്മൾ ഇത്രയും ആൽബം 10-15ഓളം ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയിട്ടുമുണ്ട്, കാണുന്ന വ്യൂസും ഉണ്ട്, നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട്. അപ്പം ഇത് നമ്മളോർത്ത ആൽബം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി സിഗ്മയിലൊക്കെ ഇടുന്ന പോലത്തെ ഡ്രസ്സ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് എന്ത് ഡ്രസ്സാണ്? അപ്പം എന്നോട് പറഞ്ഞു, ആ വോയിസ് എല്ലാം എൻ്റെ ഉണ്ട്, അതെല്ലാം കേസിൻ്റെ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വീട്ടിൽ എനിക്ക് അയച്ചു തരണം, അയച്ചു തന്നിട്ട് എനിക്ക് ഇട്ടിട്ട് ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇടത്തുള്ളൂ. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. ശരി രേണു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് വെളുപ്പിനെ താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരിയാണോ ആ ഭാഗത്ത്, ഞാൻ അവിടെ ചെന്ന് വെളുപ്പിനെ ഞാൻ ഷൂട്ടിന് ചെന്ന് ഇറങ്ങിയപ്പോൾ അയാളുടെ ഒരു അസിസ്റ്റൻ്റാന്ന് പറഞ്ഞ ഡ്രൈവർ വന്ന് ഒരു പുള്ളി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് ലിപ് ലോക്കിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ലിപ് ലോക്കോ? ഇപ്പോൾ രേണുസുതിയോട് പറഞ്ഞില്ലായിരുന്നു ഡയറക്ഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് സീനൊന്നും വിവരിച്ച് പറഞ്ഞില്ല, ലിപ് ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. മീഡിയക്കാരെല്ലാം അറിയിച്ചിട്ടാണ്, ഈ പുള്ളി അറിയിച്ചു മീഡിയക്കാരെല്ലാം. ഈ വിപിലാൽ എന്ന് പറയുന്ന ആൾ അറിയിച്ചു. കേസ് നടക്കുവാണ്, ഇപ്പോഴും കേസാണ്. വിപിലാൽ അറിയിച്ചു നിങ്ങൾ വരണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വിപിലാൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് രേണുസുതിയുടെ അവസാന ആൽബമായിരിക്കും. ആ വോയിസ് നമ്മളൊക്കെ കിട്ടി. ഇത് രേണുസുതിയുടെ ലാസ്റ്റ് ആൽബമായിരിക്കും, ഇതോടുകൂടി ഇവള് നിർത്തുവാന്ന്. അപ്പം ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പം ഇവരോടത്തിൽ എന്താ ഇങ്ങനെ പറയുന്നത്? അത് സത്യം പറഞ്ഞാൽ അത് പിന്നെയല്ലേ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇത് നമ്മളെ മനഃപൂർവ്വം കുരുക്കാനുള്ളൊരു സംഭവമായിരുന്നു. ഈ ഷെഫീന ബീവി ഇതിനകത്തുണ്ടെന്ന് പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അറിയുന്നത്. ഇത് നമ്മളറിയാം. നമ്മൾ വെളുപ്പിനെ പോയി, അപ്പം ഇയാളെ ഒരു വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിൽ നമ്മളിതൊന്നും അറിയുന്നില്ല, ഈ വോയിസ് ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളവിടെ ചെന്ന് ഡ്രസ്സുകളൊക്കെ, അപ്പോൾ 2-3 ഡ്രസ്സ് ഭയങ്കര ചെറുത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ എങ്ങനെ ഇടുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, രേണു നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കുറച്ച്. അപ്പം തയ്യക്കാരിയുടെ അടുത്ത് ചെന്ന്, ഈ പുള്ളിയുടെ ഭാര്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെന്ന് അതെല്ലാം ശരിയാക്കിയെങ്കിൽ പോലും ഇയാൾ സീൻ പറയുന്നില്ല. അപ്പം ആദ്യം 10 മണിയൊക്കെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പം ലിപ് ലോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അവരുമായിട്ട് ഉടക്കി. അപ്പോഴാണ് ഞാൻ ഉടക്കി, പറ്റത്തില്ല, ലിപ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം പറഞ്ഞു പൂളിനകത്ത് ഇറങ്ങിയിട്ട് ലിപ് ലോക്ക് ചെയ്യുന്നത് നടക്കത്തില്ല. അങ്ങനത്തെ ഒരു സീൻ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും രേണുസുതി മറ്റോളാണ് മറിച്ചോളാണ് ഈ വ്ളോഗർമാർ പറയുന്നതല്ലാതെ ഞാനൊന്നും ഇങ്ങനത്തെ സീനിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. മാന്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ഇപ്പം ഈ ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്താണെങ്കിൽ പോലും അതിനകത്ത് ലിപ് ലോക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ശരി, ഞാൻ അങ്ങനെ എന്ത് 2 കൽപ്പിച്ച് ചെയ്തേനെ. പക്ഷെ ഈ പുള്ളി അപ്പോഴാണ് പറഞ്ഞത്. പുള്ളിയായിട്ട് ഞാൻ ഉടക്കിയായിരുന്നു. അന്ന് നമുക്ക് അവിടെ വെച്ച് സോൾവ് ആക്കാനുള്ളൂ, അത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ട കേസാണ്. ഇത് ചെന്നപ്പോൾ മീഡിയക്കാരൊരു നീലക്കുയിൽ വരെ ഉണ്ടായിരുന്നു കേട്ടോ, അവരുടെ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് എടുക്കുക. അപ്പൊ ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ പ്രപ്പോസൽ സീനാണ്. ഇതെല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല. എന്നിട്ടും വേറെ സീനൊന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പം മനപ്പുറം ഒരു റിസോർട്ടുണ്ട്, പുരയിൽ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ ചെന്നത്. അവിടെ വെച്ച് മനപ്പുറം ഈ പുള്ളി വരുന്നില്ല, കുറെ നേരം കഴിഞ്ഞ് വരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പൊ ഈ പുള്ളി ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇയാളുടെ വൈഫിനെ വിളിച്ച്, മീഡിയക്കാരെല്ലാം ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക, സീനിലെടുക്കണ്ടേ. അപ്പൊ ഇയാൾ മനഃപൂർവ്വം മീഡിയക്കാരോട് ഉടക്കുന്നു, നിങ്ങൾ എനിക്ക് പ്രമോഷൻ തന്നില്ല. അപ്പൊ ചേട്ടാ ഞങ്ങൾ പ്രമോഷൻ തന്നില്ല, നിങ്ങൾ എടുത്ത സീൻ ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രമോഷൻ തരുന്നില്ല, അങ്ങനെ അങ്ങനെ. അപ്പൊ ഇവരോട് മനഃപൂർവ്വം ഉടക്കിയിട്ട് ഇവരെ വിടാനാണ്. അപ്പൊ മീഡിയയിൽ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പം മനഃപൂർവ്വം വിടാൻ, ഇവരെ പറഞ്ഞു വിടാനുള്ള നീക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതിനുശേഷം മീഡിയക്കാർ ചുറ്റും നിന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ മീഡിയക്കാർ ഫോണും വിളിച്ച് ഓരോന്ന് ചോദിക്കും. അതെല്ലാം ഇവരുടെ ഇയാളുടെ ഭാര്യയെ എടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ ഇയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു പൂൾ സീൻ എടുക്കാൻ പോവാ, അപ്പം ഒരു ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു. ഇത്രയും ചെറിയൊരു ഡ്രസ്സ്, അത് കേക്ക്, ഇത്രയും ചെറിയൊരു ഡ്രസ്സ് വന്നിട്ട് എന്നോട് പറയാം ഇത് ഇടുകയും ചെയ്യണം, അയാൾ ഇങ്ങനെ എടുക്കണം, കവച്ച് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുത്തിട്ട് കട്ടിലേക്ക് കിടത്തുന്നത്. അപ്പോഴാണ് സീൻ പറയുന്നത്. എന്നിട്ട് കട്ടിലേക്ക് കിടത്തിട്ട് ചേട്ടൻ ആൽബം തന്നെ എടുക്കാനാണോ വിളിച്ചത്? ഫിലിമോ വല്ലാണ് ചേട്ടാ, അത് നേരത്തെ പറഞ്ഞാൽ പോരാ, എനിക്കിത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചത്. എനിക്ക് താല്പര്യമില്ല ബ്ലൂ ഫിലിം. ഞാൻ താല്പര്യമുള്ള വ്യക്തികൾ ഞാൻ അഭിനയിച്ചേനെ, അതിനാരും എന്റെ ഇഷ്ടമല്ലേ. പക്ഷെ അഭിനയിക്കുന്നവരെ ഞാൻ കുറ്റവും പറയുന്നില്ല, ബിക്കിനി ഇട്ട് അഭിനയിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നത്, അത് അവരുടെ ഇഷ്ടമാണ്, ഞാൻ പറയില്ല അതിന് ഒരിക്കലും. അപ്പൊ എന്റെ പ്രൊഫഷൻ അതാണ്, ഞാനത് ചെയ്തേനെ. അന്നേരമാണ് ഇവരിതല്ല പൂക്കളെ
ഇങ്ങനെ മുന്തിരി വെച്ചിട്ട് അവ കടിച്ചെടുക്കണം. ഒരു ആൽബത്തിന് ചേരുന്നതാണോ നോർമൽ ആൽബത്തിന്? ഞാനപ്പോ ഉടക്കാൻ തുടങ്ങി. മുറിക്കകത്ത് ഇവന്റെ ക്യാമറാമാൻ, ഈ ഭാര്യ പറയാണ്, ഏതെങ്കിലും ഭാര്യ അങ്ങനെ പറയും, ഇല്ല ഞാൻ എടുത്ത് കാണിക്കാം അങ്ങനെ. അപ്പൊ ചേച്ചി എടുക്കുന്ന അല്ലല്ലോ സീനിനകത്ത് വരുന്നത്, ഇയാളെടുത്ത് ചേച്ചിയുടെ ഹസ്ബൻഡ് എടുക്കുന്നതല്ലേ. എനിക്ക് താല്പര്യമില്ല ചേച്ചി, എന്നെ വിട്ടേക്ക്. ഞങ്ങള് അപ്പൊ അതിന് മുന്നേ കാപ്പി കുടിക്കാൻ വേണ്ടി മീഡിയക്കാരുമായിട്ട്, ഇവര് കാപ്പി ഒന്നും തരുന്നില്ല. നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ പോയി കാപ്പി കുടിച്ചിട്ട് ഇവര് പറയുന്നത് ഞാൻ വയലന്റ് ആയിട്ട് ബഹളം വെച്ചു. എനിക്ക് ദേഷ്യം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ഈ സീൻ നടക്കത്തില്ല. ഈ ഷൂട്ട് നടക്കുമ്പോ മീഡിയക്കാര് പുറത്തുണ്ട്, അവർക്ക് എടുക്കാൻ പറ്റുന്ന സീൻ ഇയാള് വിളിച്ച് പറഞ്ഞിട്ടല്ലേ വന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല, ഇയാൾ എന്നോട് നമ്പർ വെച്ച് ഞാൻ നമ്പർ കൊടുത്ത് പ്രമോഷന് വേണ്ടിട്ട് വിളിച്ചു വരുത്തുക. ഈ മീഡിയക്കാരും വെളിയിൽ നിൽക്കും. അപ്പൊ ഞാൻ എന്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഇയാൾ എന്നെ കഥ കടച്ചിട്ട് ഇയാൾ സംസാരിക്കാൻ എന്റെ അടുത്ത് ലോക്ക് ചെയ്തേക്കുവാ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ പറ്റത്തില്ല, എനിക്ക് സീൻ രേണു അങ്ങനെ പറഞ്ഞു. ഞാൻ എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയോ, തനിക്ക് ഞാൻ അഡ്വാൻസ് തന്നില്ല. പിന്നെ അഡ്വാൻസ് തന്നെങ്കിൽ ഞാൻ പറഞ്ഞതാണോ ചേട്ടാ? ഞാൻ അഡ്വാൻസ് തന്നെ ഞാൻ ഇവിടെ വന്നു. ഞാൻ ചേട്ടനോട് മര്യാദയ്ക്ക് പറഞ്ഞു സീൻ നേരത്തെ പറയണോ ചേട്ടാ, ഇതൊന്നും പറഞ്ഞില്ല, ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ബഹളം വെക്കുക. അപ്പം മീഡിയ ഞാൻ പറഞ്ഞാ 2-3 സുഹൃത്തുക്കളുണ്ട്, പേര് കേട്ട മീഡിയ തന്നെ, എടാ എനിക്ക് പറ്റത്തില്ല, നമുക്ക് ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ തോന്നുന്നു, അല്ലെ പണി എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ഇവന്റെ ഭാര്യ അതും ഞാൻ ബഹളം വെക്കുന്ന മുഴുവൻ വീഡിയോ എടുത്തു. കേട്ടോണം, ഇത് ഫുള്ളും വീഡിയോ എടുത്തു. അപ്പം നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഓർത്ത് അപ്പോഴേ അവിടെ പ്രശ്നങ്ങൾ മുറി. പിന്നെ എന്നോട് ഇത് തന്നെ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു ചേട്ടാ വേറെ സീൻ എടുക്കാൻ പറ്റുമോ, വേറെ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നെ ദാസേണ്ണും പ്രതീക്ഷയൊക്കെ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്, അക്ഷയൊക്കെ ഇങ്ങനെ എടുത്താ ഓക്കെ, ഞാൻ വേറെ സാരിയോ ഡ്രസ്സോ വല്ലതും നാട്ടക്കത്തില്ല, ഇത് മാത്രം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, അത് ഈ സീനാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം എനിക്കിട്ട് പണി തരാനാണോ എന്നൊരു ഡൗട്ട് അടിച്ചത്. ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങി. അപ്പൊ ഇവര് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ മീഡിയക്കാരോട് നമുക്ക് ഇവിടുന്ന് പോകണം, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്നിട്ട് ഞാൻ ഇവരുടെ കാറിന് കയറിപ്പോയി. എന്നിട്ട് നമ്മൾ അറിയുന്നില്ല ഈ സംഭവം, നമുക്കന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്നും അറിയുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. മുറിക്കകത്ത് എന്നോട് ഭയങ്കര തെറി വിളിക്കുന്നുണ്ട്. തെറിയാ അവരാദ്യമോള് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും? ഇവര് വെളിയിലല്ലേ, മീഡിയക്കാരൊക്കെ വെളിയിലല്ലേ, അവര് പാവങ്ങൾ, അവര് ഈ പ്രമോഷന് വന്നതല്ലേ, അവരെന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത്? വഴക്ക് അങ്ങനെ അതും എന്നോട് കുറച്ച് ആത്മാർത്ഥതയുള്ളവരാണ് വന്നതല്ല, അവരെന്തിനാണ്? ഞാൻ ബഹളം വെക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല. ഇതെല്ലാം പിറ്റേ ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട്. രേണു എന്ന് എൻ്റെ പേരിലൊരു ജ്വല്ലറി ട്രിവാൻഡ്രത്ത്, അതിൻ്റെ ഞാനാണ് ഇനോഗ്രേഷൻ ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് 2-3 മീഡിയക്കാരും ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. ഈ വിപിൻ ലാൽ എന്ന് പറയുന്ന ഈ ഡയറക്ടറും ഈ ഷെഫീന ബീബിയും കൂടെ ഒരുമിച്ചിരുന്നു ഈ സീനെല്ലാം ഇവിടെ രേണു സുധി കഞ്ചാവ് അടിച്ചിട്ട് മദ്യപിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് രേണു സുധി ബഹളം വെച്ച് സെറ്റിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എനിക്കെതിരെ ഈ ഷെഫീന ബീബി ഇവന് ഒരുമിച്ചിരുന്നു, ഈ നാറി ഷെഫീന ബീബി ഇവന് ഒരുമിച്ചിരുന്ന് വീഡിയോ ഇടുക. ഇത് കണ്ടാൽ നമ്മുടെ അവസ്ഥ ഒന്നാലും ചോദിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കഞ്ചാവ് അടിച്ചത് ഞാൻ അവരോടെ പോയി ചായ കുടിച്ചാണ്, ഞാൻ കഞ്ചാവ് ഒന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോലീസുകാരൻ, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തന്നേ, ഇത്രയും ദിവസത്തെ കഞ്ചാവ് എന്തിനാണ്? നിങ്ങൾ ഒരു ഇതുമില്ല, ഞാൻ കഞ്ചാവ് അടിച്ചില്ല. വെള്ളം രേണുസിൽ വെള്ളം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ മദ്യപിക്കാറുണ്ടെന്ന്. 30 ഞാൻ മാജിക് മൂവ്മെന്റ് അടിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ക്യാൻസറാണ്. ഞാൻ ആ ഒരു മദ്യപാന ശീലം ഞാൻ ഉപേക്ഷിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കും. ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. എൻ്റെ ബ്രാൻഡ് മറ്റേ മാജിക് മൂവ്മെന്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ഇയാള് അതിനകത്ത് പറയാം രേണു സുധി നിർബന്ധിച്ച് മദ്യം വേണമെന്ന് പറഞ്ഞ്, സിഗരറ്റും മദ്യം വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇയാൾ അങ്ങനെയൊക്കെ അത് മനഃപൂർവ്വം ഞാൻ കഞ്ചാവ് അടിച്ച് സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കി ആൽബം നശിപ്പിച്ചെന്നുള്ള രീതിയിൽ ഈ ഷെഫീന ബീവിയായിട്ട് അപ്പോഴാണ് മീഡിയക്കാർക്ക് ഒരു വോയിസ് തന്നത്. രേണു സുധിയുടെ അവസാന ആൽബം എന്ന് പറഞ്ഞാൽ ഇവനൊരു വോയിസ് ഇട്ടില്ലേ. അപ്പോഴാണ് കഥ മനസ്സിലായത്. ഇതെന്നെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാനായിരുന്നു. കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒന്നാമത് ഇതിപ്പോ ക്യാൻസർ വരുന്നതിന് മുന്നേ ആയിരുന്നു ഈ പ്രശ്നം. അപ്പം കേസ് കൊടുത്തത് നമ്മളാണ് കൊടുത്തത്. അന്നേരം തന്നെ ഇവിടുന്ന് തന്നെ FIR ഇട്ട് അങ്ങോട്ട് കേസ് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പം അത് എന്നെ എന്നിട്ട് ഈ വിപിൻ ലാൽ ഈ ഒരു മാസം മുന്നേ എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, ഈ വിപിൻ ലാലിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു രേണു ഒരാൾക്ക് കാണാൻ വരണമെന്നുണ്ട്. ഞാൻ ആർക്ക്? വിപിൻ ലാൽ എന്നാ പേര്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ക്യാൻസർ ആയിട്ട് ഞാൻ പറഞ്ഞു ഈ പരിസരത്ത് വന്ന മുട്ടുകാർ തല്ലി ഓടിക്കുന്ന എൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് അവനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. കേസിന്റെ രീതിയിൽ പോട്ടെ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ ശരി, അവന് അബദ്ധം പറ്റി, ഈ രേണു അല്ലെങ്കിൽ പോട്ടെ, ഈ ഡ്രസ്സ് ഇടണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ മാതിരി ഇതും പോട്ടെ. ആ വീഡിയോ അല്ല കഞ്ചാവ് അടിച്ചിട്ട് വീഡിയോ ഷെഫീന ബീവിയായിട്ട് കൂടി ചേർന്നിട്ട് ഞാൻ പിന്നെ ക്ഷമിക്കണം അവരെ എന്നോട്. അപ്പൊ ഈ തള്ള ഈ
പന്ന വൃത്തികെട്ട ഈ സ്ത്രീ ഇങ്ങനെ നടക്കോ ഊടാടി എനിക്കെതിരെ എവിടെ നിന്നൊക്കെ കിട്ടണം എവിഡൻസ് കിട്ടണമെന്ന് ഓർത്ത്. അതുപോലെ ഞാൻ ദുബായി പോയാൽ ഇവർ ഇവരുടെ ഒരു പ്രത്യേകത നമ്മളിതെല്ലാം അറിഞ്ഞ കാര്യം, ഇവർ കുറച്ച് വോയിസ് എടുക്കും, കുറച്ച് ചുമ്മാ വ്യാജ ആൾക്കാരെ വെച്ചിട്ട് പൈസ 10 രൂപ എല്ലാം കൊടുക്കുമായിരിക്കും, കൊടുത്തിട്ട് വോയിസ് ഇടും. അങ്ങനെയാണ് ഞാൻ റാസൽ ഗെയിമിൽ പോയി 10 ദിവസം ഞാൻ നിന്നതിന്, യുദ്ധസമയത്ത് ഞാനൊരു ഇനോഗ്രേഷൻ വെച്ച് ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നതിന് ഇവര് ഞാൻ ഒരു ദിവസം ഒരാടിന്റെ കൂടെ 1 ലക്ഷം രൂപയാണ് ആകെ ഇച്ചിരി ഉള്ളൂ. എനിക്ക് 1 ലക്ഷമാണ് ഒരു ദിവസം ആടിന്. ഞാനാണ് അവർക്ക് ആണില്ലാതെ പറ്റത്തില്ല, മദ്യമില്ലാതെ പറ്റത്തില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ 10 ദിവസം നിൽക്കുന്നത് ഇനോഗ്രേഷൻ ഒരു ദിവസം, ഇനോഗ്രേഷൻ കഴിഞ്ഞ 10 ദിവസം എന്നെ കാണാൻ മലയാളി ഫ്രണ്ട്സ് അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സും ഒക്കെ വരുന്നത് ഒരുപാട് പേര് മലയാളീസ് വരാറുണ്ട്. അവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് 2 എണ്ണം കഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കഴിക്കുകയും അവരോട് ഫുഡ് കഴിക്കുകയും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഇവൾ ഈ പറയുന്ന പോലെ കിടക്കാനും അല്ലെങ്കിൽ 1 ലക്ഷത്തിന് ആണുങ്ങൾ കിടക്കാനും നമ്മുടെ സമയവും ഇല്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആൾക്കാര് ചിന്തിക്കുന്നത് ദുബായിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അവള് ദുബായി പോകുന്നു, ബഹറിന് പോകുന്നു, അവള് 10 ദിവസത്തേന് അവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു, അവൾ ആണുങ്ങളുമായിട്ട് കിടക്കുന്നു, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ ആർക്കും അറിയില്ല. നമ്മൾ കഷ്ടപ്പെടാൻ പോകും. നമ്മൾ ഉറക്കം അളച്ച് തന്നെയാണ്. അവിടുത്തെ 2 മണി വരെയാണ് അവിടുത്തെ ആ ഒരു ബാർ റെസ്റ്റോറന്റ് ഒക്കെ അറിയാവുന്നതല്ലേ കിരൺ. അപ്പം അതുവരെ നമ്മൾ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി, നമ്മൾ ആർട്ടിസ്റ്റ് വിസയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ പാട്ടൊക്കെ പാടി സ്റ്റേജിൽ നിന്ന് ആർട്ടിസ്റ്റ് വിസയ്ക്ക് മാത്രമേ സ്റ്റേജിൽ നിന്ന് എന്തും ചെയ്യാൻ പറ്റും, അറിയാലോ. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് അവള് അവിടെ ആണുങ്ങളുമായിട്ട് കിടക്കാൻ പോകുന്ന പറയുന്നത്. ഈ ഷെഫീന ബീവിയാണ് പറയുന്നത്. ഞാൻ 1.5 വർഷം ദുബായിലുണ്ടായിരുന്നു, അവിടെ മീഡിയ ഹെഡ് ആയിട്ട്. അപ്പൊ അവിടെയും നമ്മൾ ഓരോ സെലിബ്രിറ്റി, ജയസൂര്യട്ടൻ അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റി വന്നാലും, കുഞ്ചാക്കോ ബോബൻ വന്നാൽ പോലും നമ്മളെല്ലാവരും ട്രീറ്റ് ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു സന്തോഷമാണ്. ഇതിപ്പോ ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് അല്ലെ അവരെ കൂടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാല്, അത് നമ്മളിവിടെ കേരളത്തിൽ കിടക്കുന്ന മലയാളികൾക്ക് അതിന്റെ ഒരു വാല്യൂ അറിയില്ല. എന്ന് വെച്ചാൽ എപ്പോ ആണെങ്കിലും സിനിമ കാണാൻ വേണ്ടി. പക്ഷെ ദുബായിലായാലും ഷാർജയിൽ എവിടെയാണെങ്കിലും ഒരു പ്രവാസിക്ക് എന്നും ഇതൊക്കെ ഒരു ജീവിതത്തിൽ എന്നും നല്ലൊരു ഓർമ്മകളാണ്. അതിപ്പോ രേണുസുതി കുറച്ചുകൂടി സെലിബ്രിറ്റിയാണ്. എന്നെ തന്നെയാണോ സെൽഫി എടുക്കാൻ വേണ്ടി ഈ എയർപോർട്ടിലൊക്കെ പോകും, ദുബായിലൊക്കെ മലയാളികൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. അവിടെയൊക്കെ ചിലപ്പോൾ ഓരോ ഫുഡ് കഴിക്കാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റുകൾ തരുന്നു. ഇതിനൊക്കെ ഞാൻ ഏതാണ്ട് കള്ളക്കടത്താണ്, സ്വർണ്ണക്കടത്താണ്, പാഡിനകത്ത് സ്വർണ്ണം വെച്ചോണ്ട് വന്ന് ലാസ്റ്റ് ഞാൻ ബഹറിന് വരുവാ, എനിക്ക് ക്യാൻസർ ചികിത്സക്ക് ഞാൻ വരുവാ. അന്ന് എന്നെ കസ്റ്റംസ് പിടിച്ച് ഈ പറച്ചിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 മണിക്കൂർ നെടുമ്പാശ്ശേരിയിൽ 3 മണിക്കൂറാണ് അടിവസ്ത്രം വരെ പരിശോധിച്ചു. ലാസ്റ്റ് എക്സ്റേ എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിശോധിച്ചോളാം, എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ പരിശോധിച്ചോളാം. ഞാൻ കൈയും കെട്ടി മാറിയെന്നു. ഈ ഷെഫീന ബീവിയുടെ ഇൻഫർമേഷൻ ഇവൾക്ക് എന്തിന്റെ കേടാന്ന ഞാൻ. എന്നിട്ട് ഇവരെന്തേലും കിട്ടിയോ, എന്റെ ഇന്നൊരു പൊടി കിട്ടിയോ? ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് ഞാൻ കൊണ്ടുവരത്തില്ല, എനിക്ക് പേടിയാണ്. കാരണം നമുക്കിട്ട് എവിടെ നിന്നാണ് പണി വരുന്നത്? ഇവരുടെയൊക്കെ ആൾക്കാർ ഇവള് ദുബായിലെങ്ങാണ്ട് ഇങ്ങനെ പിഴച്ച് നടന്നവളാണ് ഈ ഷെഫീന ബീവി. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇവള് വെറും അലവലാതിയായിരുന്നു. അപ്പം ഇവളുടെ വിചാരം ഇവളുടെ സ്വഭാവമാണ് നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്നത്. നമ്മളൊക്കെ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്, ഇവൾ അവിടെ കിടക്കാൻ വേണ്ടി പോയിട്ടുള്ളതായിരിക്കും. അതായിരിക്കും അവൾ നമ്മളെ ഈ പറയുന്നത്. അപ്പൊ ഇവള് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇവള് തന്നെയാണ്, അല്ലാതെ ആരാ? നിങ്ങളെന്നാണ് ഗസറ്റഡ് ഓഫീസർ വരെ ഉണ്ടായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. കാരണം ഇത്തവണ അവളുടെ ഒരു സാധനം കാണും. കാരണം മീഡിയ അറിയാതാണ് ഞാൻ ഇത്തവണ ബഹറിന് പോയത്. ഞാൻ മീഡിയക്കാരെ ഒന്നും അറിയിച്ചില്ല. ഒന്നാമത് എനിക്ക് അസുഖത്തിന്റെ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിന് കുറച്ച് സമയം വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, അവര് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ കുറച്ച് ദിവസത്തേന് ഞാനൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കരീഷ്മയുടെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം ഞാൻ അവരോട് അതും ഇവിടെ നിന്നല്ല, ഞാൻ കരിപ്പൂരിൽ നിന്നാണ് ഞാൻ പോയത്. 15 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ എന്താ പറയുക പ്രോഗ്രാമും ചെറിയ ഈ തയ്യൽക്കടയുടെയും ബൂട്ടിക്കിൻ്റെ ഒക്കെ. അപ്പം അന്ന് ഈ വന്നെല്ലാം ബ്യൂട്ടി പാർലറിൻ്റെ ഈ പ്രൊമോഷൻ അതെനിക്ക് കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ തയ്യൽക്കടകളുടെ ഒക്കെ ഇത് പ്രൊമോഷനൊക്കെ ഞാൻ പിടിച്ചായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് നമുക്ക് മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 14 ദിവസം പോയത്. അപ്പം ഇവിടെ അന്നേരം മീഡിയക്കാരെ ഒന്നും അറിയിക്കാനല്ല അവള് പോയത്. അപ്പൊ ഇത്തവണ അവള് സാധനം ഇത്തവണ അത് കാരണം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവര് നിന്നതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാരും ഇങ്ങനെ വിട്ട് എന്നെ മാത്രം പിടിച്ച് മാറ്റിയത്. പാസ്പോർട്ട് ഫോണും ആദ്യം പിടിച്ചു മേടിച്ചു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് എന്റെ ബാഗിലെ തുണിയും ഞാൻ എല്ലാവരും മുന്നിൽ ഇട്ട് കൊടുത്തു. നമ്മുടെ അടിവസ്ത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. എല്ലാം പരിശോധിച്ചോട്ടെ, എനിക്ക് എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ബാഗ് അകത്തുനിന്ന്
സ്കാൻ ചെയ്തു, ചാർജർ ഇപ്പോൾ ഒന്നാലും ചെയ്യുന്നത് ഇൻഫർമേഷൻ ആയിരിക്കും അത് ചെയ്തത്. അല്ല അത്രയും ഗോൾഡ് കയ്യിലുണ്ടാവും, ഗോൾഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കയ്യിലുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കും സ്കാൻ നിങ്ങളൊന്നും ആലോചിച്ച് എക്സ്റേ എടുക്കണ ഞാൻ എന്തെങ്കിലും വിഴുകിക്കൊണ്ട് വന്നെന്ന് ഓർക്കത്തില്ല. എന്ത് സ്ത്രീയാണ് ഇവളൊരുത്തിയാണ്, ഇവരുടെ കൂടെ പല ആളുകളും ഉണ്ട്. ഇതിന് ഒരു തെളിവുണ്ടോ അവരെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? എനിക്കറിയത്തില്ല ഇവരെല്ലാം, ഞാൻ എപ്പം പോയാലും ഇവള് പറയുന്നത് എന്റെ പെട്ടി പരിശോധിക്കണം. എനിക്കറിയത്തില്ല, ഞാൻ കൊണ്ടുപോയ 2-3 ഉടുതുണി ഉണ്ടായിരുന്നു, 2-3 പേര് ഗിഫ്റ്റ് തന്നത്, അത് പൊട്ടിച്ച് വെച്ച പെർഫ്യൂം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാ പൊട്ടിക്കാത്ത തരാം. അവരൊക്കെ വിശ്വസ്തരാണെങ്കിൽ പോലും ഇവളുടെ കുറെ ആൾക്കാർ കാണി ഇവിടുന്നേന് കടയെന്ന് വരെ ഇവള് ചിലപ്പോൾ മുക്കി അതിനകത്ത് വെച്ചാലോ എന്ന് പേടിയാണ്. അല്ല അത് പേടിക്കണം. ഇതിപ്പോ കാണുന്ന ഓരോ പ്രേക്ഷകരും നമ്മൾ ശ്രദ്ധിക്കണം. ഒരാള് എയർപോർട്ടിൽ വെച്ചൊരു സാധനം തന്നു കഴിഞ്ഞാല് അത് ഒരിക്കലും മേടിക്കരുത്. മെഡിസിനോ എന്തോ ആയിക്കോട്ടെ,